അപ്പോൾ നമ്മൾ ഇന്ന് റിലീസായ 2 സിനിമകൾ വിലായത്ത് ബുദ്ധയും എക്കോയും. അപ്പോൾ അതിൽ നമ്മൾ എക്കോയുടെ ഒരു ഡിസ്കഷനുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ബാഹുൽ രമേശ് എഴുതി ദിൻജിത്ത് അയ്യത്താൻ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന എക്കോ. ആ സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ പടം കണ്ടുകൊണ്ടിരുന്നു. പടം എൻഡ് ചെയ്തപ്പോൾ ഞാൻ ഹാപ്പിയാണ്. പക്ഷേ എൻഡിങ്ങിൽ എനിക്ക് തോന്നിയത് ഇത് ചിലപ്പം കുറേ പേർക്ക് ഇത് ആ എൻഡിങ്ങിൽ ഇത് കുറേ കാര്യങ്ങൾ മനസ്സിലാവാതെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാതെ വിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ കുറച്ച് പേർക്ക് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നാം. അല്ലാതെ നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്കും പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. ഭയങ്കര എൻഗേജിങ് ആയിരുന്നു പടം. അത് ഒട്ടും മടുപ്പുളവാക്കുന്ന ഒരു സംഭവങ്ങളും ഇല്ലാതെ ഭയങ്കര നീറ്റായിട്ട് ഇവർ പറഞ്ഞു പോയി. അതേപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങളിൽ ചില ഡൗട്ട് വരുമ്പോഴത്തേനും ഇവർ അടുത്തൊരു സീനാകുമ്പോഴത്തേനും അത് ക്ലിയർ ചെയ്യുന്ന രീതിയിലുള്ളൊരു സ്ക്രിപ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട് കണ്ടൊരു പടമാണ്. ഭയങ്കരമായിട്ട് വർക്കായൊരു പടമാണ് എക്കോ. ഇവൻ പറഞ്ഞില്ലേ എൻഡിങ്ങിൽ ഒരുപാട് പേർക്ക് വർക്കാവാതെ വന്നു. പടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡയറക്ടർ പറയുന്നുണ്ട് ജേണിയാണ് മുഖ്യം, ഡെസ്റ്റിനേഷൻ അല്ലെന്ന് എന്ന് പറയുന്ന പോലെയാണ് പടം ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ അത് ഓർമ്മയുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് കുറേ പേർക്ക് വിഷയമാകത്തില്ല. എനിക്ക് കുറച്ചുകൂടെ വിഷയമാകാൻ പോകുന്നത് ഈ പറയുന്ന പോലെ ഒരുപാട് അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ DSR ഇറങ്ങിയപ്പോഴും ഒരുപാട് പേർക്ക് വിഷയമായത്. നമ്മളോട് ഒരാൾ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ ചെയ്യുമെന്ന് ചോദിച്ചു. അതെ അതെ അതെ. അപ്പോൾ ആ എലമെൻ്റ് ആയിരിക്കും കുറച്ചധികം പേർക്ക്. എനിക്ക് പേഴ്സണലി പടം ഒരു ഡീസൻറ്റ് വാച്ചായിട്ടേ തോന്നിയുള്ളൂ. അത് കുറച്ചധികം ഞാൻ ഈ TV യിൽ നിന്ന് പ്രതീക്ഷിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് കൃഷ്ണൻ്റെ കുറച്ചധികം ഇഷ്ടപ്പെട്ടായിരുന്നു. ആ പടത്തിൽ കുറച്ചുകൂടെ റൈറ്റിങ്ങിൽ പ്രേക്ഷകനെ വിശ്വസിക്കുന്നത് പോലെ തോന്നി. അതായത് കുറച്ച് കാര്യങ്ങൾ പ്രേക്ഷകൻ ഫില്ല് ചെയ്ത് എടുത്തോളം തോന്നി. പക്ഷെ ഇതിനകത്ത് കുറച്ചധികം കാര്യങ്ങൾ വളരെ ഡയറക്റ്റായിട്ട് അതുവരെ ഒരു പോയിന്റ് വരെ ഒരു ഇൻഫർമേഷൻ ഒളിപ്പിച്ച് വെച്ചിട്ട് ഒരു പോയിന്റിൽ വളരെ ഡയറക്റ്റായിട്ട് ഓഡിയൻസിനോട് പറയുന്ന പോലെ തോന്നി. അത് കുറച്ച് പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സിലെത്തുമ്പം ട്വിസ്റ്റ് എന്ന് പറയുന്നില്ല, അവർ റിവീൽ ചെയ്യുന്ന ഇൻഫർമേഷൻ കുറച്ചധികം നേരത്തെ എനിക്ക് തോന്നിയതാണ്. അപ്പോൾ അങ്ങനൊരു സസ്പെൻസോ ഈ പറയുന്ന പോലെ ഈ ജേണിയാണ് മുഖ്യമെന്ന് പറയുന്നെങ്കിൽ ആ ജേണി അത്ര എൻഗേജിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. സോ ഇതൊരു എനിക്കൊരു ഓവറോൾ ഒരു നല്ല വാച്ചാണ്. ഒരു കാരണവശാലും മോശം സിനിമയല്ല. കാരണം ഇതിൻ്റെ പ്രമേയമായാലും ഇവർ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളായാലും അത് അവതരിപ്പിക്കുന്നതിൽ അവർ യൂസ് ചെയ്യുന്ന ഡീറ്റെയിൽസ് എല്ലാം ഭയങ്കര പുതിയ അനുഭവമാണെങ്കിലും എന്തോ കുറച്ച് ഡിസപ്പോയിൻറ്റ് ചെയ്തൊരു പടമായിട്ട് എനിക്ക് തോന്നി. ഞങ്ങൾക്ക് 3 പേർക്കും കോമൺ ആയിട്ട് പറയാനുള്ള വേറൊരു കാര്യമുണ്ട്. ഞങ്ങൾ കണ്ട തിയേറ്ററിലെ പ്രൊജക്ഷനെ പറ്റി. അതെ അതെ. ഞങ്ങൾ 3 പേരും 2 തിയേറ്ററിലാണ്. ഞാനും അവനും ഒരു തിയേറ്ററിൽ കണ്ടു, ഇദ്ദേഹം മറ്റൊരു തിയേറ്ററിൽ കണ്ടു. അതെ, നേരത്തെ കണ്ടിട്ട് ഞങ്ങൾ ആദ്യം കണ്ടതിന് ശേഷം ഞങ്ങൾ ഇദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു ഈ തിയേറ്ററിൽ വന്ന് കാണരുത്, ഇവിടുത്തെ പ്രൊജക്ഷൻ ഭയങ്കര ബ്രൈറ്റ്നസ് കുറവാണ്, അതുകൊണ്ട് ഫുൾ ഇരുട്ടാണെന്ന്. അപ്പോൾ അതുകൊണ്ട് മറ്റൊരു തിയേറ്ററിൽ പോയി കണ്ട അദ്ദേഹത്തോട് പറഞ്ഞു. പുള്ളി പോയി കണ്ട തിയേറ്ററിലും അതേ അവസ്ഥ. കൂരാക്കൂർ ഇരുട്ടില് ഓരോ കഥാപാത്രങ്ങളും ഒന്നും കുരിയച്ചനെ തപ്പുമ്പോഴും നമ്മളും തപ്പും. കുരിയച്ചൻ എവിടെയാ മൊത്തം ഇരുട്ടല്ലേ? അത് തന്നെ. അതായത് ഭയങ്കര പ്രശ്നമാണത്. നമ്മൾ പറയുന്നത് ഞങ്ങൾ കണ്ടത് ആലപ്പുഴ പാൻ സിനിമാസിൽ നിന്നാണ്. ഇത് ഞങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പലപ്പോഴും. അവർ പറയുന്നത് മോനെ വരുന്ന പ്രിന്റിന് അത്രയും ബ്രൈറ്റ്നസ്സേ ഉള്ളൂ. അവരുടെ തന്നെ സ്ക്രീൻ 2 നല്ല ബ്രൈറ്റ്നസ്. അതെ, സ്ക്രീൻ 2 സ്ക്രീൻ 3 ബ്രൈറ്റ്നസ് ഉണ്ട്. സ്ക്രീൻ 1 ഇഷ്യൂ. ഞങ്ങളുടെ സർക്കാർ തിയേറ്ററിലോ? അതെ, ആലപ്പുഴ കൈരളി ശ്രീ അല്ലേ? അതെ. ഏത് കൈരളിയാണോ ശ്രീയാണോ? കൈരളി. ഞാൻ ശ്രീല. എന്നിട്ട് കഴിഞ്ഞ് ഇറങ്ങി പറയുകയും ചെയ്തു ഇനി ആലപ്പുഴ പടം കാണത്തില്ല, പടം കാണാൻ എറണാകുളത്ത് പോയേ കാണത്തുള്ളൂ വെട്ടയില്ലാത്തതുകൊണ്ടെന്ന്. അതെ, അതാണ് പ്രശ്നം. ആലപ്പുഴയെ എല്ലാ തിയേറ്ററുകാർക്കും ഒരു ധാരണയുണ്ട് ഈ സിനിമയുടെ ക്രിയേറ്റീവ് പ്രോസസ്സിൽ നമുക്കൊരു പങ്കുണ്ട്. അതെ, ഈ പടത്തിൽ ഇത്രയും ബ്രൈറ്റ്നസ് ആവശ്യമില്ല. കുറച്ചേക്കാം. അതായത് ഗ്രേഡ് ചെയ്തവർ കുറച്ച് കൂടുതൽ ബ്രൈറ്റ്നസ് ഇട്ടിട്ടുണ്ട്. നമുക്കത് കുറച്ച് കാണിക്കാം, അത്ര ആവശ്യമുള്ളൂ. എന്നാലും ഫീൽ എടുത്തുള്ളൂ. അതെ. പടം ഡാർക്ക് ത്രില്ലറായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ കുറച്ച് അല്ലേ ബ്രൈറ്റ്നസ് കുറച്ചാലേ ഡാർക്ക് ത്രില്ലറായിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. ഇതൊരു ഭയങ്കര പ്രശ്നമാണ്. അതേപോലെ വിലായത്ത് ബുദ്ധയ്ക്കും കാന്തയ്ക്കും നമ്മൾ പാൻ സിനിമാസിൽ കണ്ടപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ സ്ക്രീൻ 3 അതെ ഇവര് അറ്റ്മോസ് സ്ക്രീനിൽ ഈ പടം ഈ ആസ്പെക്ട് റേഷ്യോയിൽ അല്ല കാണുന്നത്. കുറച്ചുകൂടെ സൂം ചെയ്ത് അടുത്ത് കാണേണ്ട പടമാണ്. അതെ. അതുകൊണ്ട് കുറച്ചുകൂടെ സൂം ചെയ്ത് വെച്ചേക്കാം. അതെ, അപ്പം മേളിലും താഴെ കുറച്ച് പോർഷൻ വെച്ച് കട്ടായി പോകും. ഇന്നത്തെ വിലായത്ത് ബുദ്ധയിൽ പൃഥ്വിരാജ് പല സീനിലും നെറ്റ് കട്ടായി പോകും. ഇത് നമ്മൾ പോയി പറയുമ്പോൾ അവർ പറയുന്നത് മോനെ വന്ന പ്രിന്റിൽ അത്രേ ഉള്ളൂ വന്ന പ്രിന്റിൽ.
ഇവർക്ക് മാത്രം ഇത്ര സൂം ചെയ്ത് പ്രിന്റ് കൊടുക്കുന്നത് ആരാണ് എന്ന് നമുക്ക് അറിയണം, അത്രേ ഉള്ളൂ. ഞങ്ങൾ ഈ പോർഷൻ കട്ട് ചെയ്ത് റീലായിട്ട് ഇടും, എന്നിട്ട് ഇത് എല്ലാവരും, കാരണം ഇത് അവരോട് പറഞ്ഞ് നമ്മൾ മടുത്ത്. അതെ എന്തുകൊണ്ട് എന്ന് മനസ്സിലാവുന്നില്ല. ഒന്നുകിൽ അവർക്കത് പ്രോപ്പറായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാവുന്ന ആളുണ്ടാകത്തില്ല, ഇല്ലെങ്കിൽ ഇതൊക്കെ ഇവർ ഇത്രയും കണ്ടാൽ മതി, ഈ തരുന്ന പൈസയ്ക്ക് ഇത്രയും കണ്ടാൽ മതി എന്നുള്ള മൈൻഡ് സെറ്റാണോ എന്ന് നമുക്കറിയണം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ ചില ഓർഡിനറി പ്രേക്ഷകർ ഇതിപ്പം കറക്റ്റ് ആസ്പെക്ട് റേഷ്യോയിൽ ഇടുമ്പോൾ കുറച്ച് സൂം ഔട്ടായി കാണുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ. അതെ, പൃഥ്വിരാജിനെ കുറച്ച് അടുത്ത് കാണാമെന്ന് പറഞ്ഞായിരിക്കും സൂം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെ ഈ ക്ലോസപ്പ് ഷോട്ടൊക്കെ വരുമ്പോൾ നമ്മുടെ അകത്ത് കയറി ഭയങ്കര ഇത് ഞങ്ങൾ മൾട്ടിപ്പിൾ ടൈം അവിടെ ഇൻഫോം ചെയ്തിട്ടും നമുക്ക്, അതായത് അവർ നമ്മളോട് പറയുന്നത് ഈ കാണാൻ വരുന്ന പ്രേക്ഷകർക്കൊന്നും അറിയത്തില്ലല്ലോ, അവരെ പറ്റിക്കല്ലോ എന്നുള്ള ലൈനിലാണ് പറയുന്നത്. അത്രയും വെട്ടേ ഉള്ളൂ ഈ പ്രിന്റിന്, ഈ പടത്തിന് അത്രയും കളറേ ഉള്ളൂ എന്നൊക്കെയാണ് നമ്മളോട് പറയുന്നത്. സ്പീക്കറും അതേ സാധനം തന്നെ, ആൾ കുറവാണെങ്കിൽ കുറച്ച് സ്പീക്കർക്ക് ഓഫ് ചെയ്തിടും, അപ്പം പിന്നെ അത്രയും കറണ്ട് ലാഭിക്കാമല്ലോ അല്ലേ. സ്പീക്കറിന്റെ ലൈഫിന് പറ്റുമെന്നറിയില്ല. പക്ഷേ ഈ പിന്നെ ഞാൻ കേട്ടുള്ള സംഭവം വെച്ചാൽ നമ്മുടെ ബ്രൈറ്റ്നസ് കുറച്ചിട്ട് കഴിഞ്ഞാൽ ഈ ലാമ്പിന്റെ ലൈഫ് കൂടും എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല അതൊക്കെ അവരുടെ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. ഭയങ്കര ബ്രൈറ്റ്നസ് കുറവുള്ള, അല്ലെങ്കിൽ അവരുടെ പ്രൊജക്ടർ കംപ്ലൈന്റ് ആണ്. അതെ ഇതിപ്പോ അവര് മനഃപൂർവ്വം കുറച്ചിട്ടിരിക്കുന്ന അല്ല എങ്കിൽ അവരുടെ പ്രൊജക്ടർ കംപ്ലൈന്റ് ആണ്. അതെ അവിടെ ബാറ്റ്മാൻ കണ്ട്, അതെ പഴയ ബാറ്റ്മാൻ, പഴയ ബാറ്റ്മാൻ മാട്രിക്സിന്റെ ബാറ്റ്മാൻ കണ്ട് അന്ന് ഫുൾ ഇരുട്ട്, നല്ല ബ്രൈറ്റ്നസ് ഉള്ള കുറച്ച് ഇരുട്ടായിരിക്കും, ഓൾറെഡി ഇരുട്ടാണ്. അതിന്റെ കൂട്ടത്തിൽ ഇതേ സ്ക്രീനിൽ കണ്ടിട്ട് ഭയങ്കര ഇരുട്ട്. അതിപ്പോ എത്ര വർഷമായെന്ന് ആലോചിച്ച് നോക്കി. അന്നേ ഈ പ്രശ്നമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും, പറയാനല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇനി നമ്മൾ എക്കോയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ സ്പോയിലേഴ്സ് ഉണ്ടാവും. സോ അതുകൊണ്ട് നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം മാത്രം വന്ന് ഈ ഡിസ്കഷൻ കാണുക. പിന്നെ അവസാനം ഞങ്ങൾ സ്പോയിൽ ചെയ്തു എന്ന് പറഞ്ഞ് ആരും കമൻറ്റിലായിട്ട് വരരുത്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ്. എനിക്ക് സിനിമ ഗംഭീരമായിട്ടാണ് സിനിമ തുടങ്ങിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഓരോ സാധനം ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് പോയിക്കൊണ്ട്, വണ്ടിയുടെ പേര് വരെ നോട്ട് ചെയ്ത് കാണും അല്ലേ, നമ്മൾ പറയുന്നത് ഇതൊക്കെ പിന്നീട് വരുമോ എന്നുള്ള ലൈനിൽ ഞാൻ ഇങ്ങനെ കണ്ട് പോയിട്ട് അത്രയും നോട്ട് ചെയ്യേണ്ട കാര്യമില്ല, അത്രയും ഇവൻഫുൾ ആയിരുന്നില്ല പടം. എനിക്ക് പടം കയ്യിൽ നിന്ന് പോയത് കുര്യച്ചനെ കാണിക്കുമ്പോഴാണ്. ആ കുര്യച്ചൻ്റെ കാസ്റ്റിംഗ് എനിക്ക് ഒട്ടും വർക്കായില്ല. കുര്യച്ചൻ എന്ന് പറഞ്ഞ് പ്രസൻറ്റ് ചെയ്യുമ്പം എന്തുകൊണ്ട് അവരൊരു നോൺ മലയാളി സ്പീക്കിംഗ് ആക്ടറെ കാസ്റ്റ് ചെയ്തു എന്നുള്ള ആ ഡിസിഷനിൽ എത്തുമല്ലോ. അത് എന്താണെന്ന് എനിക്ക് പടം കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ഞാൻ വിചാരിച്ചത് പടം കഴിയുമ്പം എന്തെങ്കിലും മനസ്സിലാവും. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ആ മലൈ ക്യാരക്ടറുടെ അവർക്കും തീരെ ഇമോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഈ ക്യാരക്ടേഴ്സിൻ്റെ പ്രധാനപ്പെട്ട സീനുകൾ വരുമ്പോഴത്തേക്ക് എനിക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ല ഇവരുമായിട്ട്. അത് ആ മലേഷ്യയിലുള്ള എൻറ്റയർ പോർഷൻ ഭയങ്കരമായിട്ട് എന്നെ സംബന്ധിച്ച് പടത്തിനെ ഡൗൺ ആക്കിയ ഒരു പോർഷനാണ്. അതിനകത്ത് അവർ ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷനൊക്കെ മലയാളം സിനിമയ്ക്ക് ഭയങ്കര ഫ്രഷാണ്. ഒരു ജപ്പാൻ മലൈ വാറിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു കോർണറിൽ നടക്കുന്ന ഒരു ഇവൻറ്റ്, അതിൽ പട്ടി വാങ്ങിക്കാൻ വരുന്നു. ആ ഇത്രയും വലിയ യുദ്ധത്തിനിടയ്ക്ക് പറയുമ്പം ഉള്ള ഇമ്പാക്റ്റ് നമ്മൾ ആ സീനിലൂടെ കടന്നു പോകുമ്പം എനിക്ക് കിട്ടിയില്ല. അത് വലിയൊരു റീസൺ ആക്ടിങ് ആണ്. കുര്യച്ചൻ എന്ന ക്യാരക്ടർ, കുര്യച്ചനും മറ്റേ നമ്മുടെ കൂട്ടുകാരൻ വിനീതിൻ്റെ ആ ടൈമിൽ ആ മലൈ പോർഷനിലെ ആക്ടിങ്ങും അവരുടെ കെമിസ്ട്രി ഇതൊന്നും എനിക്ക് പേഴ്സണലി വർക്കായില്ല. അപ്പോൾ അവിടെ എന്നെ സംബന്ധിച്ച് പടം അവിടെ ഭയങ്കരമായിട്ട് ഫ്ലാറ്റായിപ്പോയി. നല്ല രീതിയിൽ തുടങ്ങിയിട്ട് ഭയങ്കരമായിട്ട് താഴെ പോകുന്ന പോലെ. ഇത് വേറെ ഏതോ ഡയറക്റ്റ് ചെയ്ത പോലത്തെ അത്രയ്ക്ക് എനിക്ക് പേഴ്സണലി ഡൗൺ ആയിപ്പോയി പടം. പിന്നെ അതിൻ്റെ എൻഡിങ്, ആ മലൈ പോർഷൻ്റെ എൻഡിങ് ആണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, എങ്ങനെയാണത് റിസോൾവ് ആവുന്നത്. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ എലമെൻറ്റ്സ് കാസ്റ്റിംഗ്, ബാക്കിയുള്ള കാസ്റ്റിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് നമ്മുടെ പയ്യനായിട്ട് അഭിനയിക്കുന്ന സന്ദീപിൻ്റെ ആക്ടിങ് ഭയങ്കര രസമുണ്ടായിരുന്നു. ഇനിഷ്യലി ഒക്കെ മറ്റേ അവിടെ നിൽക്കുന്ന ഒരു ഒന്നും അറിയാത്ത പയ്യനായിട്ട് ബോഡി ലാംഗ്വേജ് ഒക്കെ അവൻ ശരിക്കും മാറ്റി വയറൊക്കെ തള്ളിച്ച് പിടിച്ച് ഒരുമാതിരിയൊക്കെ നടക്കുന്നത്. അതിന് ആ ക്യാരക്ടറിന്റെ ടൈം പോകുന്തോറും അതൊക്കെ പുള്ളിയുടെ ഓരോരോ പുതിയ സാധനം റിവീൽ ചേഞ്ച് ആയി ഷിഫ്റ്റ് ചെയ്യുന്നത്. അത് ഡയറക്ടിങ് ആയാലും ആക്ടിങ് ആയാലും ഈ നാട്ടിലുള്ള പോർഷനിൽ ആ ക്യാരക്ടറാണ് ഇതിലെ എനിക്ക് തോന്നുന്നു ഏറ്റവും വെൽ റിട്ടൺ ക്യാരക്ടർ. ഇപ്പം ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും കുറച്ച് പുവർലി റിട്ടൺ ആയിട്ട് തോന്നി. ഇപ്പോൾ ഈ ലാസ്റ്റ് വരുന്ന നറീൻ്റെ ക്യാരക്ടർ ചുമ്മാ പ്രേക്ഷകനോട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുവാണ്. നറീൻ്റെ ക്യാരക്ടറിന് ഒന്നുമില്ല, ബാക്ക് സ്റ്റോറി ഇല്ല. ഈ എല്ലാവർക്കും എന്തോ പരിപാടി ഉണ്ട്, നമ്മുടെ അടുത്ത് അത് പറയുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ തുടക്കം ഈ ജേർണി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദി ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പം അവർ ഉദ്ദേശിച്ചൊരു പടമുണ്ട്. എനിക്ക് തോന്നുന്നത് ആ പടത്തിലേക്ക് ഈ പടം എത്തിയില്ല എന്നുള്ള ഫീലാണ്. അതിൻ്റെ വലിയൊരു റീസൺ കാസ്റ്റിംഗ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ആ കുര്യച്ചനെ കാസ്റ്റ് ചെയ്തതും
പിന്നെ കുര്യച്ചനെ ഒരുപാട് ഏർലി റിവീൽ ചെയ്തു. ഈ കുര്യച്ചൻ എന്ന ക്യാരക്ടറെ കാണിക്കരുതായിരുന്നു എന്നാണ് എനിക്ക് പടം കണ്ടു തീർത്തപ്പോൾ തോന്നിയത്. അല്ല, കുര്യച്ചൻ്റെ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ അവിടെ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇവരുടെ പഴയ സ്റ്റോറിയല്ല ഒരാൾ നമ്മുടെ അടുത്ത് നറേറ്റ് ചെയ്യുന്ന പോലെ ചെയ്യേണ്ടി വന്നേനെ. മൾട്ടിപ്പിൾ ആൾക്കാർ ഇങ്ങനെ പറയുന്ന കുര്യച്ചൻ്റെ വേർഷൻസ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു ലൈൻ. അത് കുറച്ച് നേരം ആ ഡയലോഗ് ആകുമ്പോഴത്തേനും ചിലപ്പോൾ അത് അരോചകമായിട്ട് തോന്നും എന്നുള്ളൊരു അതൊരു പോയിന്റ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് അത്രേ ഉള്ളൂ കുര്യച്ചൻ, അത്രേ ഉള്ളൂ. അതാ ഞാൻ പറയുന്നത്. അതായത് എൻ്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ. അതിനെ ഞാൻ ഇത്ര കുറച്ച് പൊലിപ്പിച്ചത് കൊണ്ടാണ് ഇത് കുറച്ച് ഹോളോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത പടം. ഇപ്പോഴും ഞാൻ പറയുന്നത് പടം മോശം പടമായിട്ടല്ല എനിക്ക് ഫീൽ ചെയ്തത്, ബട്ട് ഇത് കുറെ കൂടെ എന്തോ ആവേണ്ടതായിരുന്നു എന്ന് തോന്നി. അപ്പോൾ അത് കുര്യച്ചനെ കാണിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര എന്താ പറയുക, നമ്മൾ അന്വേഷിക്കുന്ന കുര്യച്ചനെ ഞാൻ കണ്ടു, ഈ കുര്യച്ചനും ആ കുര്യച്ചനും തമ്മിൽ എനിക്ക് മാച്ച് ആവുന്നില്ല. അതായത് ഒരു മലയാളം അറിയാത്ത ഒരാൾ സംസാരിക്കുന്ന അല്ല, അതൊരു റീസൺ മാത്രമാണ്. മൾട്ടിപ്പിൾ ഇതിപ്പോ ഈ കുര്യച്ചന് ചെയ്യാത്ത കാര്യമല്ല, കുര്യച്ചൻ അങ്ങനെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതായത് കുര്യച്ചനെ പറ്റി പറയുന്ന കുര്യച്ചൻ എല്ലാവരും പറയുമ്പോഴും കുര്യച്ചൻ ഒരുപാട്, അപ്പം നമ്മുടെ മനസ്സിൽ കുര്യച്ചന്റെ പല ഇമേജ് ഉണ്ടോ. കുര്യച്ചനെ കാണുന്നത് കുര്യച്ചൻ എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്നതല്ല. കുര്യച്ചൻ നേവിക്കാരുമായിട്ട് കണക്ഷൻ ഉണ്ട്, കുര്യച്ചന് പോലീസുകാരായിട്ടുണ്ട്, കുര്യച്ചൻ ഈ പറഞ്ഞ പോലെ പട്ടികളെ കൊടുക്കാത്ത ആരും ഇല്ല, കുര്യച്ചൻ സഞ്ചരിക്കാത്ത സ്ഥലമില്ല, എല്ലാം അങ്ങനെ ഒരുപാട് പേരെ കൊന്നിട്ടുള്ള ഒരാളാണ്. അതെ, ഈ ഇപ്പം നമ്മൾ കുര്യച്ചനെ ഒരു 15 മിനിറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ കുര്യച്ചനെ കാണിക്കാൻ തീരുമാനിച്ചു പടത്തിൽ. പക്ഷേ ഈ പറയുന്ന ഒന്നും ഈ കുര്യച്ചനുമായിട്ട് ചേരുന്നില്ല എനിക്ക്, മനസ്സിലായി. അതായത് നമ്മൾ ഈ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ച, അപ്പോൾ ഈ കുര്യച്ചനെ കാണുമ്പോൾ അല്ലെങ്കിൽ കുര്യച്ചൻ പെരുമാറുമ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ നമുക്ക് ഇതുമായിട്ട് തോന്നും. കുര്യച്ചനൊക്കെ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറായിട്ട് കുര്യച്ചൻ വളർത്തിയ നായ എന്ന് പറയുന്ന ആ ക്യാരക്ടർ ആവാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുര്യച്ചൻ ഭയങ്കര ഫ്ലാറ്റ് ക്യാരക്ടറായി പോയി. അതേപോലെ തന്നെ ഈ നരേൻ്റെ ക്യാരക്ടറും കുറച്ച് ഇൻട്രസ്റ്റിംഗ് മൊമെൻറ്റ്സ് അവിടെ ഇവിടെയൊക്കെ സൃഷ്ടിച്ചെങ്കിലും എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലായിരുന്നു. ഇപ്പം എനിക്ക് അല്ല, ഇപ്പം എൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പോലെ ആ കിഷ്കിന്ദാടത്തിൻ്റെ അതേ അവസ്ഥയായിരുന്നു. അതായത് എന്താണ് ഇതിൻ്റെ പരിപാടി, ആ ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാനിത് ഇങ്ങനെ അതിലിങ്ങനെ ഇരിക്കുക. ഏതാ ഇത് എൻ്റെ എത്തുമ്പോഴേക്കും നമുക്കൊരു സംഭവം ഇങ്ങനെ റിവീൽ ആവുമല്ലോ, എന്താണ് ഈ പടത്തിൻ്റെ. അതായത് അതാണ് ഇപ്പം എനിക്ക് എൻ്റെ എത്തിക്കഴിയുമ്പം എനിക്കിത് അവിടെ നിർത്തി ഒരുപാട് കാര്യങ്ങൾ പറയില്ല. ഇപ്പം നമ്മൾ കുറേ പേരുടെ കഥയൊക്കെ ഇരിക്കുക, എന്താണ് ഇവരുടെ ബാക്ക് സ്റ്റോറി എന്ന് അറിയണം എനിക്ക്. ആരുടെ നേവിയിൽ എന്തോ പരിപാടി ഒപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് നരൻ വരുന്നത്, അതെന്താണെന്ന് അറിയണം. വിനീതിനെ എന്തിനാണ് അറസ്റ്റ് ചെയ്ത്, പിന്നെ ഈ പയ്യൻ ഒരാളെ കൊന്നു എന്ന് പറയുന്നു, അതെന്ത്, ഈ കഥകളെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഇപ്പൊ ഇൻട്രോ ലാഭ്യവും പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഒരു സെക്കൻഡ് ഹാഫിൽ പറയാനുണ്ടല്ലോ. കാര്യം നമ്മുടെ മുമ്പിലേക്ക് ഇത്രയും കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ യൂഷ്വൽ സിനിമയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് നമ്മളിതൊക്കെ അറിയണം, ഒരു ഓഡിയൻസ് ഇതൊക്കെ അറിയണം എന്നുള്ളൊരു ആശ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം വേറൊന്നുമില്ല, എനിക്കിതെല്ലാം എന്താ സംഭവം, ഇതിൻ്റെ എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്, ഈ കഥയുടെ നമ്മൾ ഈ പടം എന്താകുമ്പോഴാണ് ഈ കഥ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ റൗണ്ട് അടിച്ച് നോക്കുമ്പോൾ ഇതാണ് ഈ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ആ വെയിറ്റിങ്ങിന് വേണ്ടി ഞാൻ ഇങ്ങനെ പോവാം പടത്തിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വരുന്ന സാധനങ്ങളെല്ലാം തന്നെ ഞാനിങ്ങനെ ഭയങ്കര രസമായിട്ട് ഇത് കൊള്ളാം, ഇത് എങ്ങോട്ടാണ് പോകണം ഞാനിങ്ങനെ ആലോചിക്കുക. പക്ഷേ ഇതെങ്ങനെ ചിന്തിക്കുന്നു, എനിക്ക് പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കാന്നുള്ള ലൈനിൽ ഞാനിങ്ങനെ ഭയങ്കര ചിന്തയിൽ പോയി അവസാനിച്ചപ്പം ആ അവസാനം വന്നപ്പോൾ ആ റിവീൽ വന്നപ്പോൾ അവിടെ പടം നിർത്തുമെന്ന് എനിക്ക് അപ്പം തോന്നിയില്ല. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കൂടെ കാണുമായിരിക്കും. പക്ഷെ അവിടെ പടം നിർത്തി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഇത് കൊള്ളാം, പക്ഷേ പ്രശ്നം ഈ ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയില്ല. നമുക്ക് കുറേ കാര്യങ്ങൾ അറിയണമെന്നുണ്ട്, പക്ഷെ അത് അവരിങ്ങനെ പടത്തിലിങ്ങനെ വിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവരുടെ എല്ലാം ഉത്തരവില്ല. എനിക്ക് അങ്ങനെ പടത്തിന്റെ സെക്കൻഡ് ഹാഫ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നി. അതായത് ഇല്ല, റൈറ്റിങ്ങിൽ എന്തായാലും ഇതൊക്കെ കാണും, അല്ലാണ്ട് വെറുതെ ഒരു പ്രശ്നം ഒന്നും പറഞ്ഞ അവർ എഴുതി വെക്കത്തില്ല. അങ്ങനല്ല, ഇപ്പൊ ഇവൻ പറഞ്ഞില്ലേ മറ്റേ വിനീതിനെ അറസ്റ്റ് ചെയ്തത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, എനിക്കത് ഇൻട്രസ്റ്റിംഗ് അല്ലായിരുന്നു. അല്ല, വിനീതിനെ അറസ്റ്റ് ചെയ്തത് ഇൻട്രസ്റ്റിംഗ് ആണ്. എന്നെ അറസ്റ്റ് ചെയ്തെന്ന് പറയുമ്പോൾ എന്തിനാണെന്ന് അറിയാം. അതായത് വിനീതിന്റെ റിവീൽസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, ആ കണക്ഷൻസ് ഒക്കെ. ബട്ട് ഇവിടെ ഇപ്പം ഈ നേരത്തെ കിഷ്കിന്റെ കാണ്ഡത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ അതിൻ്റെ അകത്തെ ആക്ടേഴ്സ് നല്ലതാണ്. അതിന് ഇതിനേക്കാൾ ഇൻട്രസ്റ്റ് എനിക്ക് തോന്നിയ ഒരാൾ കാണാതെ പോകുന്നു, സെയിം ഇതിനകത്ത് ഒരാൾ കാണാതെ പോകുന്നു. എനിക്ക് മറ്റേ വിലായത്ത് ബുദ്ധിയിലുള്ള കുറേ അതായത് ഒരു ക്യാരക്ടർ കാണാതെ പോകുന്നു, അയാളെ തപ്പി കുറേ പേര് വരുന്നു. ഈ വരുന്നവര് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ഇപ്പം നേവിക്ക് പട്ടിയെ കൊടുത്ത ആ കേസൊക്കെ പറയുന്നില്ലേ, ഈ ഇൻഫർമേഷനൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ഇൻകം എന്തിനാണ് തേടി വരുന്നതെന്നുള്ള റീസൺ പറയുന്നില്ല. ഇല്ല, പടം അങ്ങനെ നിൽക്കുന്ന, അതായത് കണ്ടിന്യൂ ചെയ്തില്ല. പക്ഷേ ഇതിൻ്റെ കുറച്ച് ഐഡിയാസ് എടുത്ത് നോക്കുവാണെങ്കിൽ ഒരാൾ ഒളിവിൽ പോകുന്നു, അയാളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കുറച്ച് നായ്ക്കളാണ്, ഡോഗ്സ് ആണ്. എന്നിട്ട് അയാളുടെ തന്നെ വാക്കുകളിൽ നിന്ന് എങ്ങനെ ഡോഗ്സിനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞില്ല. ആ സീനൊക്കെ മറ്റേ
ഇന്റർവെല്ലിന് മുമ്പ് കണ്ടപ്പോൾ കുറച്ച് ഫ്ലാറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. മറ്റേ അവളോട് ഇങ്ങനെ പറയത്തില്ലേ, ഈ പ്രൊട്ടക്ഷനും എന്തുവായിരുന്നു, പ്രൊട്ടക്ഷനും റെസ്ട്രിക്ഷനും ഒരേപോലെ ഒരു പോയിന്റിൽ തോന്നുന്നു പറയത്തില്ല. അതായത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചുറ്റിനും വെക്കുന്ന എലമെന്റ്സ് ഒക്കെ ഒരു പോയിന്റ് കഴിയുമ്പോൾ വളരെ റെസ്ട്രിക്റ്റിംഗ് ആയിട്ട് തോന്നും, നമ്മളെ ബന്ധിയാക്കുന്ന അവസ്ഥയിലേക്ക് തോന്നും. ഇപ്പം അത് കുറെ കൂടെ വലിയൊരു ഐഡിയ ആണ്. പല മറ്റേ സൈക്കോളജിസ്റ്റൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഈ ഐഡിയ ചർച്ച ചെയ്യുന്നത്. അതായത് നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടി ഇപ്പോൾ വീട് വെക്കുന്നു, അല്ലെങ്കിൽ അത് വെക്കുന്നു, ഇത് വെക്കുന്നു, ഇതൊക്കെ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മളെ റെസ്ട്രിക്ട് ചെയ്യുന്ന അത് തന്നെ. ഇപ്പം നമ്മൾ വീട് വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ്, നമ്മുടെ മരണം വരെ നമ്മളൊരു വീട്ടിലേക്ക് നമ്മൾ ചുരുങ്ങുക. അങ്ങനെയാണ് അതിന്റെ ഇപ്പം നമ്മുടെ കടയിട്ട് അതിനകത്ത് ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 30 കൊല്ലമൊക്കെ അതിനകത്ത് തന്നെ ഇരിക്കുന്ന അഭിമാനത്തോട് പറയും. ഇതിനകത്ത് അതിനെ കുറച്ചുകൂടെ ഫിസിക്കലി ഒരു പട്ടി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു പട്ടിയെ ഇടുന്നു. അപ്പൊ ആ പട്ടി തന്നെ നമ്മുടെ റെസ്ട്രിക്ഷനായി മാറുന്നു. അതിന് കുറച്ച് നമ്മൾ ആ പട്ടിയുടെ തടവിലാവുകയാണ്. ഈ ഐഡിയാസ് ഒക്കെ ഈ പടത്തിനകത്തുണ്ട്. ബട്ട് എവിടെയോ അത് മിസ്സായി പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം ചില റൈറ്റേഴ്സ് ഇങ്ങനെ എഴുതുമ്പോഴത്തേക്ക് അവർ ഒരു സ്റ്റോറി പറയും. എന്നിട്ട് ഈ സ്റ്റോറി പറയാനുള്ള റീസണിങ് എന്ന് പറയുന്നത് അതിൻ്റെ അടിയിൽ കൂടെ ഒരു സബ് ടെക്സ്റ്റ് ഉണ്ട്. ഞാൻ ഈ കഥയല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ ഈ വിഷയങ്ങളാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. പക്ഷെ ചില സമയത്ത് എഴുതി വരുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഈ സ്റ്റോറിയൊക്കെ ഇമ്പോർട്ടൻ്റ് ആവും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ സ്റ്റോറി ജമ്പ് ചെയ്യും ഇങ്ങനെ. ഈ വിഷയം ടു ഈ വിഷയം വരണം, അതിനുവേണ്ടി സ്റ്റോറി എലമെന്റ്സ് ഇങ്ങനെ ജമ്പ് ചെയ്യിക്കും. അപ്പോൾ ആ സ്റ്റോറിക്ക് ഒരു കൊഹിറൻസ് ഒന്നും കാണത്തില്ല, പക്ഷേ ഈ വിഷയങ്ങളൊക്കെ അതിനകത്തുണ്ടായിരിക്കും. പക്ഷേ പ്രേക്ഷകൻ നമ്മൾ സ്റ്റോറി കാണുന്നു. നമ്മൾ സ്റ്റോറി ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അതിൽ നിന്ന് ആഴത്തിലേക്ക് പോയിട്ട് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ എടുക്കും. പക്ഷെ എനിക്കതൊന്ന് കിഷ്കിൻ്റെ കണ്ടോ വേറെ മറ്റു കുറേ സിനിമകളിൽ അതൊക്കെ വളരെ ക്ലാരിറ്റിയോടുകൂടി വന്നുകൊണ്ട് ഈ സബ് ടെക്സ്റ്റ് ഒക്കെ നമുക്ക് വായിച്ചെടുക്കാനും അതിൻ്റെ എക്സ്ട്രാ പഞ്ചാണല്ലോ അതൊക്കെ. പക്ഷെ ഇവിടെ ആ സ്റ്റോറി കുറച്ച് എനിക്ക് ഈ വന്ന ക്യാരക്ടേഴ്സ് കുറച്ച് വീക്കായിട്ട് തോന്നി. വിനീതിൻ്റെ ക്യാരക്ടർ വന്നപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. മറ്റേ പട്ടിയൊക്കെ സെറ്റ് ചെയ്ത് ഭയങ്കര ഈ സെറ്റ് ചെയ്യുന്ന എലമെന്റ്സും ഇനിഷ്യലി തുടങ്ങിയതൊക്കെ, അതായത് ഒരുപാട് പുതിയ കുറെ സാധനങ്ങൾ കാണും. പുതിയ കുറെ സാധനം പെട്ടെന്ന് വരുവാണ്. എനിക്ക് പടത്തിൽ മൊത്തം എക്സൈറ്റ്മെന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം എന്നെ എക്സൈറ്റ് ചെയ്യുന്നത് ഈ ഐഡിയാസ് വരുമല്ലോ ഇങ്ങനെ, ഇതൊക്കെ എവിടുന്നാണ് ഉണ്ടാവുന്നത്, അതായിരുന്നു എൻ്റെ ഫുൾ. അപ്പം ഞാനിങ്ങനെ കൂട്ടി വായിക്കാം. ഇവർ ഇടയ്ക്ക് പറയുന്നുണ്ടല്ലോ ഈ ഒരു ദുർമന്ത്രവാദ മറ്റേ ഇതിന് ബ്ലാക്ക് മാജിക് ഉണ്ട്, എന്തായാലും പറഞ്ഞ കൂടോത്രം മലേഷ്യൻ കൂടോത്രം പറ്റി പറയാം. അപ്പം എൻ്റെ മനസ്സിൽ ഉടനെ മറ്റേ ചിന്തയിൽ പോയി, ഞാൻ വേറെ കഥ ഉണ്ടാക്കാൻ പോയി. അപ്പോൾ എനിക്കിങ്ങനെ ഓരോ സാധനം കാണുമ്പോഴും ഞാൻ എൻ്റെ തലയിൽ കിടക്കുന്ന കഥയിലേക്ക് കൊണ്ട് കണക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഞാൻ വേറെ എൻ്റെ കഥയിൽ ഞാൻ ഈ പടം കണ്ടുകൊണ്ടിരിക്കുക. അതേപോലെ ഒരുപാട് എലമെൻറ്റുകളുണ്ട്. ഇത് ഈ കൂടോത്രത്തിൻ്റെ ഒരു ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ എന്തെങ്കിലും എലമെൻറ്റ് ഉണ്ടാവുക, അപ്പോൾ ഈ പട്ടികളെല്ലാം കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലും ഒരു പരിപാടി ഉപദേശം ചെയ്യുന്നുണ്ടാവുക. അതേപോലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു സീക്വൻസിന് പറ്റി പറയുമല്ലോ, അതിൽ മറ്റേ പോലീസുകാർ ഉരുട്ടിക്കൊല്ലാൻ നോക്കിയവരെ കുരിയച്ചനും പട്ടിക്കും അവർക്ക് മാത്രം അറിയത്തുള്ളൂ അതിനകത്ത് എന്താ നടന്നതെന്നൊക്കെ പറയത്തില്ലേ. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്തോ ഒരു ഫാൻറ്റസിക്കൽ എലമെൻറ്റിലേക്കോ കൈൻഡ് ഓഫ് അങ്ങനെ എന്തോ ഒരു ലൈനിലേക്ക് ഇതിന് ഒരു ട്രാക്ക് ഉണ്ടാകുമോ. ഈ കുര്യച്ചൻ എന്ന് പറയുന്ന കൈൻഡ് ഓഫ് ഒരാൾ ഇടയ്ക്ക് നീ പറഞ്ഞ പോലെ ഇനി കുര്യച്ചനാണോ ഈ പെണ്ണ് പിള്ള എന്ന് തന്നെ തോന്നിപ്പോയി. എനിക്ക് തോന്നിയായിരുന്നു ഇവര് മാസ്ക് ഒക്കെ മാറ്റി ചിലപ്പോൾ ഞാൻ പയ്യനാന്ന് വിചാരിച്ചു. ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു പട്ടി, അതായത് മറ്റേ ഞാനൊരു കഥ പറഞ്ഞിട്ടില്ലേ മറ്റേ അതേപോലെ അത് തന്നെ. എന്താ പറയുക, നിനക്ക് ഓർമ്മയുണ്ടല്ലേ? അല്ല ഞാൻ വിചാരിച്ചു ഇവൻ എന്ന് മറ്റേ ടീസറിലോ ട്രെയിലറിലോ എന്താ പറഞ്ഞ പോലെ ഇതൊരു യൂണിവേഴ്സിലിനകത്ത് അതിനകത്തെ എലമെന്റ്സ് ആയിരിക്കും ഈ പറഞ്ഞ പോലെ. ഇപ്പം 4 പടം കഴിയുമ്പോഴത്തേക്ക് മറ്റേ പടത്തിൽ പറഞ്ഞ അങ്ങനെ അതായിരിക്കാം കുറച്ചധികം എലമെന്റ്സ് ഈ സ്ലോ ബേൺ പടങ്ങളില്ലേ, അതായത് ഇങ്ങനെ പയ്യെ നമ്മുടെ ഇൻട്രസ്റ്റ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വന്നിട്ട് ഒരിടത്ത് കൊണ്ട് ഇത് ബേൺ ആവണം. പക്ഷെ ആ ബേൺ എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഇന്റർവെല്ലൊക്കെ ആയപ്പോഴത്തേനും ആ ബേൺ കിട്ടിയായിരുന്നു. ഇല്ല, നമ്മളിരുന്നത് ഇതാ ഞാൻ പറഞ്ഞു, ഞാനിരുന്നത് ഈ ഒരു വൈബിൽ. അപ്പം എനിക്ക് എൻഡിങ് എത്തിയപ്പോൾ എനിക്ക് ഓക്കെ എന്നുള്ളതാണ്. എനിക്ക് പക്ഷേ സോൾവ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മറ്റേ ഞാൻ വിചാരിക്കുന്ന ഒരു പോയിന്റിൽ എത്തിയില്ല പടം. പക്ഷേ എനിക്കിങ്ങനെ ഇത് കൊള്ളാം. പക്ഷേ എനിക്ക് മനസ്സിലായി ഈ സാധനം കൊണ്ട് തന്നെ ഇതിനൊരു എൻ്റെ മനസ്സിൽ അങ്ങനെ ചിന്തിച്ചു. കാരണം ഞാൻ ചിന്തിച്ച അതേ പാറ്റേണിൽ ഒരു പക്ഷേ പടം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എൻഡിങ് എത്തുമ്പോഴത്തേക്കും കുറച്ച് ഇത് 50% അല്ലേ ആയുള്ളൂ എന്നുള്ളൊരു ഫീൽ വരും. നമുക്ക് കുറച്ചുകൂടെ ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറേ കൂടെ എന്തെങ്കിലും ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കവിടെ കുറച്ചുകൂടെ ആൻസേഴ്സ് കിട്ടിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കൂടെ കിട്ടിയാൽ നമുക്കൊരു കംപ്ലീഷൻ ഉണ്ടാവുമെന്ന് തോന്നിപ്പോയി. ആ എൻഡിങ് ഇപ്പം നമ്മളൊരു 2 എൻഡിങ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിലൊരു എൻഡിങ് ആയിരുന്നു ഇത്. അപ്പം അതുകൊണ്ടും കൂടെ, പക്ഷെ അത് നല്ല എൻഡിങ്ങാണ്. ഈ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കൊള്ളാം. എനിക്ക് ഇടയ്ക്കത്തെ പോർഷനാണ് എനിക്ക് കുറച്ച് അധികം ഞാനിങ്ങനെ കണ്ടിരിക്കാം, അങ്ങനെ കാണാൻ പറ്റാത്ത സംഭവമല്ല. അതിന്റെ മൂഡൊക്കെ ഭയങ്കര രസമാണ് പടത്തിന്റെ. ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ബാഹുലി രമേശിന്റെ സിനിമോട്ടോഗ്രഫി പറഞ്ഞ് പറയണമെന്നുണ്ട്. പക്ഷെ ഞങ്ങൾ കണ്ടത് ഇരുട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. കാരണം എനിക്ക് ട്രെയിലറൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുപാട് ലോങ് വൈഡ് ഷോട്ടുകളൊക്കെ അതുപോലെ കോട കയറി വരുന്ന കുറെ ഷോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ കണ്ട സ്ക്രീനിന്റെ
പ്രശ്നം കൊണ്ട് നമുക്കിതെല്ലാം ബാഹുൽ രമേശ് ക്യാമറയുടെ പുറകിലെടുത്ത് ഒരു പണിയും ഞങ്ങൾ കണ്ടിട്ടില്ല. അതെ, അദ്ദേഹത്തിന്റെ എഫേർട്ട് നമുക്ക് സ്ക്രീനിൽ ഞങ്ങൾ 50% കണ്ടുള്ളൂ ബിക്കോസ് ഓഫ് പ്രൊജക്ഷൻ. ക്യാമറ മൂവ്മെന്റ് വൈസ് ഭയങ്കര രസമുണ്ട്. കുറച്ചധികം സ്റ്റക്കായി പോയത് ഈ മലൈ പോർഷനിലാണ്. അവർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു തോന്നുന്നു ആ പോർഷൻ ഷൂട്ട് ചെയ്യാൻ. ഭയങ്കര ഒറ്റ ലൊക്കേഷൻ. ഒന്നാമത്തെ കാര്യം ഇവർ പറയുന്നുണ്ട്, അതായത് ബാഹുൽ രമേശ് ഇന്റർവ്യൂവിൽ പറഞ്ഞ സംഭവം, ഈ പടം എഴുതുന്ന സമയത്ത് പുള്ളിക്ക് എല്ലാ കഥ എഴുതുന്ന സമയത്ത് പുള്ളി ആദ്യം മനസ്സ് ചിന്തിക്കും, നമുക്ക് എന്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ അത് മാത്രമേ ഞാൻ എഴുതും. ഞാൻ എൻ്റെ മനസ്സ് മൊത്തം തുറന്ന് ഒരു സാധനം എഴുതി വെച്ചിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ അത് വെട്ടിച്ചുരുക്കേണ്ട അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കിത് എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ സീൻ എഴുതൂ എന്ന് പുള്ളി ആദ്യം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നുണ്ട് ഇതൊരു പീരിയോഡിക് സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റിനെ ഒരു പീരിയഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും എളുപ്പം ഇത് കാട്ടി സെറ്റ് ചെയ്തതാണ്. മനസ്സിലായി? അപ്പോൾ അത്രയും ലൊക്കേഷൻസ് ഇവർക്ക് കുറച്ച് കുറയ്ക്കാം, സാധനങ്ങളൊക്കെ ഒഴിവാക്കാം. ഒരുപാട് സാധനങ്ങൾ, അതായത് ഒരുപാട് സെറ്റ് ഇടുന്ന പരിപാടികളൊക്കെ ഒരുപാട് കുറയ്ക്കാം. പിന്നെ ഇടുക്കി ആയതുകൊണ്ട് തന്നെ പടത്തിന് ഓട്ടോമാറ്റിക്കലി ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി ക്യാമറ വെച്ചാലും അതെ ഭംഗിയുള്ള വിഷ്വൽസ് ഒരുപാട്. അത് പടം തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ ഒരു പർട്ടിക്കുലർ പീക്ക് ഇവർ മൾട്ടിപ്പിൾ ആംഗിൾസിൽ നിന്ന് കാണിക്കുമായിരുന്നു. അപ്പം ഞാൻ ആ പീക്ക് എവിടെയെങ്കിലും വരുമെന്ന് വിചാരിച്ചു. എല്ലാവരും നോക്കുന്ന ഒരു പ്രത്യേക ഷേപ്പ് അതിന് അത് എടുത്തെടുത്ത് അത് അവർ പറയുന്നുണ്ടല്ലോ, മറ്റേ ചക്രം ചവിട്ടുന്ന ചക്രം പോലെ വരുന്ന ചക്രം എനിക്ക് തോന്നുന്നു. അതായത് ഇങ്ങനെ പിണഞ്ഞു കിടക്കുന്നല്ലേ, കേരളമാണ് തമിഴ്നാടാണ്. അപ്പൊ അങ്ങനെ ഒരു മലയിലേക്ക് എല്ലാരും നോക്കുന്ന ഒരു വിഷ്വൽ ഉണ്ട്. അപ്പം ഈ മലയിൽ എവിടെയോ കുരിയച്ചനുണ്ട്. പ്രേക്ഷകനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള സംഭവമായിരിക്കാം. അതേപോലെ എനിക്ക് ഇതിൻ്റെ അകത്ത് ഡയലോഗ് റൈറ്റിംഗ് എനിക്ക് ഭയങ്കര നല്ല ഡയലോഗുകളുണ്ട്, നല്ല ഡയലോഗ്സ് ഉണ്ടായിരുന്നു. അതേപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ സ്കോർ കാരണം പല എനിക്ക് പേഴ്സണലി കുറച്ച് ആവറേജ് ആയിട്ട് തോന്നിയ കുറച്ച് അധികം സീനുകളെ സ്കോർ കാരണം ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്തപോലെ തോന്നി. അത് ക്ലൈമാക്സിൽ ഫൈറ്റ് സീക്വൻസ് ഒക്കെ അല്ലേ, എനിക്ക് കുറച്ച് കുഴപ്പമില്ലാത്ത കൊറിയോഗ്രഫി ആണെങ്കിൽ എൻ്റെ റെവനന്റിൽ ക്ലൈമാക്സിൽ ഫൈറ്റ് ഉണ്ട് ഇതുപോലെ രണ്ടുപേര് മാത്രമായിട്ടൊക്കെ ഉള്ള. അതിന് ആ സ്കോറിൽ വെച്ചിട്ട് നമ്മൾ കണ്ട പോലത്തെ ഒരു ഫൈറ്റ് അല്ല എന്നൊരു ഫീല് ഉണ്ടാക്കാൻ അതിന് പറ്റിയിട്ടുണ്ട്. പിന്നെ കാടും ആ സമയത്ത് അവൻ്റെ ആക്ടിങ്ങും ഒക്കെ വെച്ച് അവൻ്റെ ഡയലോഗ്സ് എനിക്ക് ഭയങ്കര രസമായിരുന്നു. കാരണം അവന് ഒരുപാട് ഡയലോഗ്, അവൻ പറഞ്ഞ ഡയലോഗിന് എല്ലാത്തിനും കുറച്ച് രസകരമായ എല്ലാം ചെറിയ ഡയലോഗുകൾ ഒരുപാട് സംസാരിക്കുന്നില്ല. അതായത് വലിയ ലെങ്തി ഡയലോഗ്സ് ഇല്ല, ഭയങ്കര ചെറിയ ഡയലോഗ്സ് ആണ്. കൂടുതൽ ആൻസേഴ്സ് ആണ് അവൻ്റെ ഭാഗത്തുനിന്ന്. അവൻ എപ്പോഴും കൂടുതലും പറഞ്ഞിരിക്കുന്ന ആൻസേഴ്സാണ്, ചോദ്യങ്ങൾ കുറവാണ്. ഇവൻ എങ്ങനെ നിന്നെ പട്ടി ഓടിക്കുന്ന കാര്യം ചോദിക്കുമ്പോഴത്തേനും ഇവൻ മരത്തെ കയറിയത് പറയുന്നൊരു സാധനമുണ്ട്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇവൻ ഇവിടെ ഉള്ളൊരു ആളാണെങ്കിൽ ഇവൻ ആ പട്ടിയായിട്ട് എങ്ങനെയായിരിക്കും ഇണങ്ങിയത്, അത് ഞാൻ ചിന്തിച്ചായിരുന്നു. അതായത് ആദ്യം പോലെ ഇവൻ വരുമ്പോൾ പട്ടികൾ ഇവന് കടത്തി വിടുന്നുണ്ട് ഇവനെ. ആ ഒരു ഇതൊക്കെ ഒരു ചെറിയ ഡയലോഗിൽ അവർക്ക് അതെല്ലാം സോൾവ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. പിന്നെ മറ്റേ സാധനം പറയുന്നുണ്ട്, അതായത് മറ്റവനെ പാമ്പ് പോത്തി കിടക്കുമ്പോഴത്തേക്കും പറയുന്നുണ്ടല്ലോ, തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അത് നല്ലൊരു സാധനം. അതായത് അവന്റെ സ്റ്റോറി പറയുന്ന ഒരു ഡയലോഗിനകത്ത് തീരുവാണ്. അത് ഭയങ്കര അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി പുള്ളിയായിരിക്കുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് കുരിയച്ചനെ തേടിയാണല്ലോ ഇവർ വരുന്നത്. അപ്പൊ ലാസ്റ്റ് കുരിയച്ചൻ ആരാന്ന് പറയാൻ പോവാന്ന് വിചാരിച്ചു. ആ കുട്ടി അത് ഇയാൾക്ക് മൾട്ടിപ്പിൾ സ്ഥലത്ത് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ വിചാരിച്ചു ആ റിവീലായിരിക്കും അത് എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ ഇവനും കുരിയച്ചനോട് എന്തോ ഒരു പകയുണ്ട് എന്ന് വിശ്വസിപ്പിക്കാനായിട്ട് ഇവർക്ക് ആദ്യം അങ്ങനെയാണല്ലോ. അതായത് ഇവനും അതായത് ഇന്റർവെല്ലിന്റെ പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും കുരിയച്ചനെ കൊല്ലാൻ നടക്കുന്ന ഒരു കുരിയച്ചന് ഒരു പണി കൊടുക്കാനുള്ള ആളാണ്. അപ്പൊ കുരിയച്ചൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് കണക്ട് ആയതെന്ന് അറിയോ, പുലിക്കട്ടിൽ ബാധച്ച് നമ്മുടെ നാട്ടുരാജാവ്, അതായത് നാട്ടിലുള്ള എല്ലാവരെയും വെറുപ്പിച്ചിട്ടുണ്ട്. വീട്ടിലുള്ളവരെ നാട്ടിലുള്ളവരെ വെറുപ്പിച്ച് വെച്ചിട്ടാണ്. അതുപോലത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് എൻ്റെ മനസ്സിൽ. കാരണം ആ സിനിമയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നത് നാട്ടുരാജ എന്ന് പറഞ്ഞ പടത്തിൽ. ഭയങ്കര അതായത് അത് യൂഷ്വലി കണ്ടു കഴിഞ്ഞാൽ ഒരു മാസ് പടമായിട്ട് തോന്നിയാലും അത് പ്രോപ്പർ ഒരു മാസ് പടം അല്ല. അതിനകത്ത് ഇങ്ങനെ ഒരു ഫാമിലി എലമെൻറ്റ്. അപ്പോൾ അതിൽ ഈ അച്ഛൻ്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര രസമായിരുന്നു. അതായത് പുലിക്കാട്ടിൽ മാത്രം ഞാൻ പറയുന്നല്ലോ, പന്നിക്കൂട്ടിട്ട് അനുസരണം ഒടിപ്പിക്കും ഞാൻ എല്ലാവരും എന്നുള്ള ലൈനിലാണ് പുള്ളിയുടെ. അത് പുള്ളിക്ക് നാട് നിറച്ച് പുള്ളി സംബന്ധം കൂടിയ ഒരാളാണ്. പുള്ളിക്ക് ഒരുപാട് മക്കളുണ്ടെന്നും പലരും ഈ പറഞ്ഞ പോലെ ഇത് ചോദിച്ച് വന്നിട്ടുണ്ടെന്നുള്ള ലൈനിൽ പുള്ളി അത്രയും മോശപ്പെട്ടവരില്ല. അപ്പോൾ പുള്ളിയെ പറ്റിയും കഥകൾ ആ പടത്തിൽ ഒരുപാട് പേര് പറയുന്നത്. ഒരു സീനിലെങ്ങാണ്ട് പുള്ളിയെ കാണിക്കുന്നു. പുള്ളിക്ക് വരുന്ന സീൻ 1-2 സീനേ ഉള്ളാകെ. അപ്പോൾ വളരെ കുറച്ച് നമ്മൾ പുള്ളിയെ കാണുന്നത്. പക്ഷേ പുള്ളിയുടെ പേര് പടത്തിന് സ്റ്റാർട്ടിംഗ് വരെ മൊത്തത്തിലുണ്ട് എന്നുള്ള ലൈനിൽ. അത് കമ്പയർ ചെയ്യല്ല, നമ്മൾ പറഞ്ഞത് നമുക്ക് ഇടയ്ക്ക് എനിക്ക് തോന്നിയ സാധനം ആ സംഭവം പറയുന്നത്. ഇപ്പൊ കുരിയച്ചനെ കുറിച്ച് അത്രയും പറഞ്ഞു, കുരിയച്ചനും പട്ടികളായിട്ടുള്ള റിലേഷൻഷിപ്പ് പറഞ്ഞു. പക്ഷെ നമ്മൾ കുരിയച്ചനെ കാണിക്കുമ്പോഴൊന്നും കുരിയച്ചനും പട്ടി റിലേഷൻ നമ്മൾ കാണുന്നില്ല. ഞാൻ പറയുന്നത് കുരിയച്ചനെ കാണിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് കഥയുടെ ഏറ്റവും കണ്ണായ. പക്ഷേ എനിക്ക് തോന്നിയത് എന്നാണെന്നറിയോ, കുരിയച്ചനും പട്ടികളെ ബ്രീഡ് ചെയ്യാൻ വേണ്ടി പല രീതിയിൽ കൊണ്ടുവരുന്ന പറഞ്ഞു. പക്ഷേ ഈ വന്ന പട്ടികളൊന്നും കുരിയച്ചൻ്റെ പടം എൻഡ് ചെയ്യുന്നത് അത് കുരിയച്ചൻ്റെ ലൈനിലല്ല അവരത് നിൽക്കുന്നതെന്നുള്ള സാധനമാണ്.
അപ്പോൾ അതുകൊണ്ട് ബാക്കി ആ ഭിത്തിയിലുള്ള ഫോട്ടോയിലും എല്ലാം കുര്യച്ചൻ ഒരു 100 ആയിട്ടാണ് കാണിക്കുന്നത്. കുര്യച്ചനെ ഒരുപാട് സാധനത്തിനെ വേട്ടയാടി പിടിച്ചിട്ടുണ്ട്. ആന, മറ്റേ അത് ഇത് തേങ്ങ മാങ്ങ എല്ലാത്തിനും അല്ല, പക്ഷെ ഇപ്പം മറ്റേത് പറഞ്ഞില്ലേ, പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാനെങ്കിലും അങ്ങനെ ഒരു വിഷ്വൽ ഉണ്ടാവണമല്ലോ. അതായത് ഇപ്പം ആ നാട്ടിലെ പട്ടിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് അതല്ല, നാട്ടിലെ ധാരണയാണ് കുര്യച്ചന്റെ പട്ടികളാണ്. അതെ, യഥാർത്ഥ ഇപ്പം ആരും അങ്ങോട്ട് ചെല്ലുന്നില്ല, ഇപ്പം ആർക്കും അറിയത്തില്ല അവിടെ എന്താ നടക്കുന്നത്. അതെ അതെ, നാട്ടുകാരുടെ ധാരണയാണ് ഫസ്റ്റ് ഹാഫ് തൊട്ട് നമ്മുടെ പ്രേക്ഷകന്റെയും ധാരണ. അത് മാറുന്നത് ആ ക്ലൈമാക്സ് പോയിന്റിലാണ്. അതെ, ഞാൻ പടത്തിൽ നിന്ന് ക്ലൈമാക്സിലെ പോയിന്റിലല്ല, വിനീത് വന്ന് പറയുന്നൊരു സീനുണ്ട്. വിനീത് അവരോട് ഇൻഫർമേഷൻ പറയുന്നു മറ്റേ ഇങ്ങനെ, അതല്ലേ? അതെ അതെ. അല്ല, ഞാൻ പറഞ്ഞ ക്ലൈമാക്സ് എത്തുമ്പോഴാണല്ലോ ഇത് കുര്യച്ചന്റെ കയ്യിലല്ല ഈ പരിപാടി എന്ന് മനസ്സിലാവുന്നു. അതിനു മുമ്പ് അവരെ വിളിക്കുമ്പോഴത്തേക്ക് ഇവരൊക്കെ തിരിച്ച് ഓടി വരുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് തുടക്കം ഇവർ പറയുന്നുണ്ട് ഒരു സാധനം. അതുപോലെ നരേനും അവരോട് വരുമ്പോഴത്തേക്കും ഇവരിങ്ങനെ പോകുന്നുണ്ട്. അതിനു മുമ്പ് ഇവർ മറ്റേ പട്ടി വെറ്റി കിടക്കുമ്പോൾ ഒരു സാധനം, പട്ടി അങ്ങനെയല്ല വളർത്തേണ്ടത്, നിങ്ങൾ കൂട്ടിയിട്ട് മറ്റേ ചോറ് കൊടുക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ ഓണർഷിപ്പാണ്. അതെ, അതായത് അവനെ എങ്ങനെയാണോ കുര്യച്ചൻ കണ്ടത് അതാണ് അവൻ പറഞ്ഞ, അതായത് അവന്റെ പെർസ്പെക്റ്റീവ്. അവൻ എപ്പോഴും മാസ്റ്റർ എന്നാണ്. മാസ്റ്റർ, അതായത് മാസ്റ്റർ എങ്ങനെ വളർത്തുന്നത്. ചില പട്ടികൾക്ക് ഒറ്റ മാസ്റ്റർ എന്ന് പറയുന്നത് അവന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് എന്നുള്ളതും, പിന്നെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ അവിടെ ആ സീൻ ഇട്ടത് പിന്നെ ഇപ്പൊ സെക്കൻഡ് വ്യൂവിങ്ങിൽ അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആവാൻ വേണ്ടിയൊക്കെ ആയിരിക്കും. ബട്ട് എനിക്ക് പേഴ്സണലി നിനക്ക് കുറച്ചുകൂടെ പ്ലോട്ട് നല്ലതാണെങ്കിൽ കുറച്ചുകൂടെ പടം വർക്കാവും. പക്ഷെ എനിക്ക് ആക്ടിങ് മോശമാണെങ്കിൽ അവരെന്ത് ഭയങ്കര പ്ലോട്ട് കാണിച്ചാലും എനിക്ക് വർക്കാവില്ല. അല്ല, എന്നെ സംബന്ധിച്ചാൽ നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ ഇതിന് വരുവാണ് സ്ക്രീനിൽ. അപ്പം നമുക്കതിങ്ങനെ അതിപ്പോൾ എഴുതുന്നുണ്ടെങ്കിൽ തന്നാലും ചിലപ്പോൾ നീ എക്സൈറ്റഡ് ആവും. അതെ, പക്ഷെ അത് സ്ക്രീനിൽ വരാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അത് ആക്ടർ പ്രസന്റ് ചെയ്യണമല്ലോ, ഭയങ്കര സംഭവം. ഇപ്പം മറ്റേ ട്രോണൊക്കെ അതാണ്. അത് ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ രണ്ടുപേരും ആക്ടിങ്ങിനെ അളക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പം ചേട്ടനും നല്ല ആക്ടിങ് ആണെന്ന് തോന്നുന്ന സാധനം എനിക്ക് നല്ല ആക്ടിങ് ആയിട്ട് തോന്നുന്നത് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഓരോരുത്തർക്കും അങ്ങനെയല്ല, നമ്മളെല്ലാവർക്കും വ്യത്യാസമായിട്ട് തോന്നുമല്ലോ. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നല്ല ആക്ടിങ് മോശം ആക്ടിങ് ഏതാണെന്ന് കോമൺ ആയിട്ട് കുറച്ച് എക്സാമ്പിൾ ഉണ്ടാവും നമുക്ക്. പക്ഷേ അതേ സമയത്ത് നമ്മളൊരു സാധനം, ഇപ്പം നമ്മളൊരു സാധനം ഡയറക്റ്റ് ചെയ്യുമ്പം എൻ്റെ മനസ്സിൽ എന്തോ ഒരു സാധനം കണ്ടിട്ടുണ്ട്, അതായിരിക്കും ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതൊരു പക്ഷേ നിങ്ങൾക്ക് വർക്ക് ആവണമെന്നില്ല. കൈൻഡ് ഓഫ് നമുക്ക് അത് ഷോർട്ട് ഫിലിമൊക്കെ എടുത്ത് പരിചയത്തിൽ നമുക്ക് അറിയാൻ സാധനമാണല്ലോ. മറ്റേ പറയാല്ലേ, ട്രോൺ ലെഗസി എന്നൊക്കെ പറഞ്ഞ പടങ്ങളിൽ ലെഗസി അങ്ങനത്തെ ട്രോൺ ലെഗസി, അതിനകത്ത് ഈ പറയുന്ന പോലെ കാണാത്ത പരിപാടികളാണ്. പക്ഷെ നിനക്കത് ഇൻട്രസ്റ്റ് ഇല്ല. അല്ല, എനിക്ക് അതിൻ്റെ പ്രശ്നം വെച്ചാൽ എൻ്റെ പ്രശ്നം വെച്ചാൽ ഓവർ സൈഫൈ സംഭവങ്ങളില്ലേ, അത് ഇതിനകത്ത് നമ്മൾ കാണുന്ന പരിപാടികളൊക്കെയാണ് വരുന്നത്. ബട്ട് ഇപ്പം നിനക്ക് നീ എഴുതുമ്പോഴത്തേക്ക് നിന്നെ എക്സൈറ്റ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, പ്ലോട്ട് പോയിന്റ്സ്. അതെ അതെ. അപ്പം അതിന്റെ കീഴായിരിക്കും ചിലപ്പം ഈ ക്യാരക്ടർ ഡ്രാമാസ് ഒക്കെ വരുന്നത്. അപ്പം എനിക്കിത് കുറെ കൂടെ ഒരു ഞാൻ കണ്ടു തുടങ്ങി ഒരു കുറച്ചുകൂടെ ഒരു ക്യാരക്ടർ ഡ്രാമ ആയിട്ട് കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് ഓക്കെ പ്ലോട്ട് പോയിന്റ് ഉണ്ടെങ്കിൽ ബെറ്റർ എന്ന് തോന്നി. ഈ കുര്യച്ചൻ ആരാന്ന്, അപ്പോൾ ദി ക്രോണിക്കിൾസ് ഓഫ് കുര്യച്ചൻ എന്നാണ് ടൈറ്റിലിൽ തന്നെ എഴുതി വെച്ചേക്കുന്നത്. ബട്ട് ആ കുര്യച്ചൻ ഫ്ലാറ്റ് ആയപ്പം ഞാൻ ഭയങ്കര ഡിസ്റ്റൻ്റ് ആയി പടത്തിൽ നിന്ന്. പിന്നെ കുര്യച്ചൻ എന്ത് സംഭവിച്ചാലും കുര്യച്ചനെ അന്വേഷിച്ച് ആര് വന്നാലും എനിക്കൊരു വിഷയമില്ല. 10 പേരും കൂടെ വന്ന് അന്വേഷിച്ച് ഒരു 10 പ്ലോട്ട് പോയിന്റ് കൂടെ പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ. അതാണ് എനിക്ക് സംഭവിച്ചത്. ഞാൻ പറഞ്ഞു നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ കിട്ടിയാൽ രസമെന്നുള്ള ലൈനായിരിക്കും, കുറച്ചുകൂടെ കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞാൽ രസമായിരിക്കും എന്നുള്ള ലൈനാണ്. അത് പറയുന്നത് ഈ ക്യാരക്ടർ, അതാണ് ഞാൻ പറയുന്നത്, അത്രേ ഉള്ളൂ. അത് ഞാൻ കുര്യച്ചനെ കണ്ടു, ഈ ക്യാരക്ടർ ഇൻട്രസ്റ്റിംഗ് അല്ല എന്നെ സംബന്ധിച്ച്, അതാണ് എനിക്ക് പറ്റിയത്. അപ്പം നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആയത് ഈ പറഞ്ഞ പോലെ ഈ ആക്ടറിന്റെ ആക്ടിങ് ഒരു പക്ഷേ ലോ ആയിട്ട് തോന്നുന്നതാണെങ്കിലും എന്നെ സംബന്ധിച്ചാലും പുള്ളിയെ ബാക്കിയുള്ളവർ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഇമേജിൽ ഞാൻ പുള്ളിയെ കണ്ടുകൊണ്ടിരിക്കുക. അല്ല, അതും ഒരു പോയിന്റ് ആയിട്ട് നിന്നില്ല. അതായത് നമ്മളിപ്പം വിനീത് ഒരു പോയിന്റ് കഴിഞ്ഞിട്ടില്ല, വിനീതിന്റെ പെർസ്പെക്റ്റീവ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് വിനീത് ഒരു പോയിന്റ് കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വിനീത് ഇല്ലാതാവുന്ന സീക്വൻസിലേക്ക് വരുമ്പോൾ രസം ഉണ്ടായിരുന്നു. പക്ഷെ നരേന്റെ ക്യാരക്ടർ എനിക്ക് വർക്കായില്ലായിരുന്നു. എനിക്ക് ബേസിക്കലി നരയൻ ഇതുവരെ ചെയ്ത പടങ്ങളിൽ കുറച്ചുകൂടെ ബെറ്റർ ഡയലോഗ് പറഞ്ഞ പടം ഇതായിട്ട് തോന്നുന്നു. ആക്ടിംഗ് വൈസ് നല്ല രസമുണ്ട്. ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു നേവി ഇതായിട്ടാണ്. നമ്മളെ സംബന്ധിച്ചോളം ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ലേ, എനിക്ക് നരയൻ ഒരു നല്ലൊരു റിവീൽ ഉണ്ടാവും. അതായത് ഈ നരയൻ ഇപ്പൊ ഈ മെയിൻ പ്ലോട്ട് അല്ലെങ്കിൽ ഈ കുര്യച്ചന്റെ എലമെന്റ് റിവീൽ ചെയ്തല്ല, അതായത് ഈ നരയനും ഇയാളും തമ്മിൽ എന്തോ ഇഷ്യൂ ആണെന്ന് പറയുന്നുണ്ടല്ലോ, പുള്ളിയാണല്ലോ തേടി വരുന്നത്. അപ്പൊ നമ്മള് അവരുടെ കഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരുപാട് പണിയും തന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഈ പണം തീരുന്ന സമയത്ത് അതെന്താണെന്ന് അറിയിക്കാൻ. അതായത് അവിടെ ഇന്റർകട്ടാണല്ലോ, പുള്ളിക്കാരന് മറ്റേ ഒരു കാറിൽ പോകുമ്പോൾ പുള്ളി ഈ സംഭവം ഇങ്ങനെ പുള്ളിയുടെ കോൺവെർസേഷനിൽ പുള്ളി റിയലൈസ് ചെയ്യുക, ഓ ഇത് ഇങ്ങനെയാണോ എന്നുള്ള ലൈനിൽ പുള്ളി റിയലൈസ് ചെയ്യുന്നു. ആ ലൈനിലാണ് നമ്മളെ കാണിക്കുക. അപ്പോൾ ഇന്റർകട്ട് ചെയ്ത് ഇപ്പറേ ഈ അമ്മച്ചിയും പയ്യനുമുള്ള സീൻ കണ്ടു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ ക്ലോഷറിന്
ഇവരുടെ സ്റ്റോറിയിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു ഒരു അറിയണമല്ലോ, ഇത് എന്താണ് പ്രശ്നം എന്നുള്ള ആ ക്ലോഷർ കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ ആ സമയം കഴിഞ്ഞ പിന്നെ നരനെ മറന്നു. കാരണം എനിക്ക് ഞാൻ വിചാരിച്ചു അവിടെ എന്തെങ്കിലും സാധനം ഉണ്ടാവും. അതുണ്ടാകുമ്പോൾ എനിക്ക് ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ ക്യാരക്ടർ എന്നെ സംബന്ധിച്ചിടത്തോളം ക്യാരക്ടറിൻ്റെ എന്താ പറയുക ഒരു എൻഡിങ് പോയിന്റിൽ ഈ ക്യാരക്ടറിന് എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അതുവരെ ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്ത് ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ എനിക്ക് ആ സംഭവം വർക്കാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക ഇവരുടെ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് എൻഡിങ് എത്തിയപ്പോഴത്തേക്ക് ഞാൻ ഇത് കൊള്ളാം, പക്ഷേ എനിക്ക് ഇനി കുറേ സാധനം കിട്ടാത്ത ഒരു ഫീൽ ഉണ്ട്. ഈ ഇന്റർകട്ട് പോലും എനിക്ക് തോന്നുന്നു കിഷ്കിൻഡ കണ്ടത്തിന്റെ അത്രയും വർക്കായിട്ടില്ല. ഒരു ക്ലൈമാക്സ് ഒരു ഇന്റർകട്ട് മ്യൂസിക്കും ഒക്കെ ഇങ്ങനെ മൂന്ന് സീക്വൻസ് ആണ് ഇന്റർകട്ട് ചെയ്യുന്നത്. രണ്ട് സീക്വൻസ് ഇവർ രണ്ടുപേരും, അതായത് ഇവര് തമ്മിൽ സംസാരിക്കുന്നതും കാറിൽ പോയി സംസാരിക്കുന്നതും ഇപ്പറേ അമ്മച്ചി ഇവരും കൂടി ഉള്ള സാധനം അങ്ങനെ ഇതിനകത്തല്ല. അതിനകത്തൊരു ഇന്റർകട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ മ്യൂസിക് ഒക്കെ വന്നിട്ട് കുറച്ചുകൂടെ ഒരു ക്ലൈമാക്സ് എന്ന ഫീൽ വരും. പക്ഷെ ഇതിനകത്ത് എനിക്ക് നരൈൻ്റെ പോർഷൻ കുറച്ച് വീക്ക് ആയതുകൊണ്ട് ഇന്റർകട്ട് ചെയ്യുന്നതിലും ഈ അമ്മച്ചി ഇവനുമായിട്ടുള്ള കോൺവെർസേഷൻ രസമായിരുന്നു. അതുകൊണ്ടാണ് അത് കുറച്ച് വർക്കായത്. ബട്ട് കട്ടു നരൈൻ്റെ ആ സീക്വൻസില്ലേ വളരെ ഇനിയും കഥ മുന്നോട്ട് പോകാന്നുള്ള ലൈൻ അത് തന്നെ ക്ലോസ് ചെയ്യാത്ത അത് തന്നെ. അപ്പോൾ അതാ പറഞ്ഞത് ഞാനപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യുന്നത് ഇവരുടെ കഥ എന്താ എന്നുള്ള ലൈനിൽ നിൽക്കുമ്പോഴാണ് സംവിധാനം കാണില്ലായിരിക്കും. നമ്മൾ ഇരുന്നിട്ട് പോയി, നമ്മൾ കുറച്ചേരം ഇരുന്നു, നമ്മൾ ക്രെഡിറ്റ്സ് ഒക്കെ എഴുതി കാണിക്കുന്നവർ ഇരുന്നു, പക്ഷെ അത് കഴിഞ്ഞൊന്നും കാണാൻ ചാൻസ് ഇല്ല. അശോകൻ, ബിനു പപ്പു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ ആയിരുന്നു. ബിനു പപ്പു ഏകദേശം കിഷ്കിൻഡാണ്ടത്തിൽ ഇതേപോലത്തെ ഒരു സപ്പോർട്ടിങ് റോളാണ് പുള്ളി. രസമുണ്ടായിരുന്നു. ഈ ബിനു പപ്പുവിൻ്റെ ക്യാരക്ടർ ഉണ്ടല്ലോ, അതും വരുമ്പോൾ ഒരു ലോറിക്കാരനാണ്, പിന്നീട് പുള്ളിക്കാരാണെന്ന് കാണിക്കുന്നത്. പക്ഷേ അപ്പോൾ അങ്ങനെ അപ്പോൾ അവരുടെ സംഭവം ഉണ്ട്. അപ്പോൾ അവർക്ക് എന്തോ ഒരു കാര്യമുണ്ട്, അവരെ എന്തോ ഒരു പണിയുണ്ട് പുള്ളി ചെയ്തത്. പക്ഷെ അത് എൻ്റെ എത്തുമ്പോഴേക്കും അവരുടെ റിവ്യൂവിൽ വരുമ്പോഴത്തേക്ക് അറിയാം ഓക്കെ ഇവർ വന്നിരിക്കുന്നത് പുള്ളി തേടി വന്ന പോലീസാണെന്നുള്ള സംഭവം. അവരാണ് ഏറ്റവും സ്ട്രെയിറ്റ് ഫോർവേഡ് ക്യാരക്ടർ. ബാക്കി എല്ലാവരും കള്ളത്തരം പറയുക. അതായത് ഈ പടത്തിൽ ഒരുപാട് പേര് കള്ളത്തരം പറയുക. എല്ലാവരും പറയുന്ന കഥയ്ക്കകത്ത് എല്ലാം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഒരു വീണ്ടും ഇവർ ഓരോ റിവ്യൂവിൽ വരുമ്പോഴേക്കും ഇത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇതിനകത്ത് സത്യം പറയുന്നതായിട്ട് ആരും ഉള്ളതായിട്ട് തോന്നുന്നു. അശോകൻ മാത്രമേ ഉള്ളൂ. അശോകൻ മാത്രമേ ഉള്ളൂ. കാരണം അശോകന് വേറെ മുഖമില്ല. അശോകനോട് കുര്യച്ചനെ പറ്റി ചോദിക്കുമ്പോൾ അശോകൻ കള്ളത്തരം പറയുന്നത് അത് കഴിഞ്ഞ പുള്ളി റിവീൽ ചെയ്യുന്നുണ്ടല്ലോ. ശരി. പിന്നെ ഒരു ലൈൻമാൻ ഒരു ബൾബ് എറിഞ്ഞ് പൊട്ടിക്കുന്ന ഒരു സാധനമാണ്. അത് കൊടുത്തു ആർക്കാ? അല്ല അത് സിഗ്നൽ കൊടുത്തു. അതായത് അതിനുശേഷം ആ കൊട പിടിച്ചു പോയ ആളാണെന്ന് അകത്ത് കയറി ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ബൾബ് എറിഞ്ഞു പൊട്ടിച്ച് ഇങ്ങനെ എഴുതി വെച്ചു, ബൾബ് എറിഞ്ഞു പൊട്ടിച്ച് എന്തിനാണ് അപ്പൊ തന്നെ ഒരാൾ എഴുതിട്ട് നടന്നു കാണിച്ചു. ഈ സന്ദീപ് ആദ്യം ഒരു പൊട്ടൻ കളിക്കുന്ന ഒരു ഇത് തോന്നിയെങ്കിലും അവൻ ആ ബൾബ് എറിഞ്ഞ് പൊട്ടിക്കുന്ന കാര്യം അവൻ എടുത്തു ചോദിക്കുന്നു. അപ്പം അശോകൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഉടനെ ഇത്ര മറ്റേ ജാഗ്രത സാധനമൊക്കെ അങ്ങനെ പറഞ്ഞു. എനിക്ക് ഈ ഡയലോഗ് റൈറ്റിൽ കുറേ സ്ഥലത്ത് ഞാൻ ഭയങ്കര രസകരമായിട്ട് തോന്നിയ കുറേ ഡയലോഗ്സ് ഉണ്ട് പടത്തിൽ ത്രൂഔട്ട്. അത് ഇവരുടെ പ്രസന്റേഷൻ ഇതെല്ലാം എനിക്ക് കുറെ കൂടെ ഫസ്റ്റ് ഹാഫിലാണ് തോന്നിയത്. ഈ നല്ല രസമുള്ള അത് അമ്മച്ചി ഇവനുമായിട്ടുള്ള കോൺവെർസേഷനൊക്കെ ഭയങ്കര രസമുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്. ഈ സ്റ്റോറി പ്ലോട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പടം സ്റ്റക്കായതുപോലെ തോന്നി. ഈ പറയുന്ന പോലെ ഈ പുള്ളിയെ കാണുന്നില്ല, അന്വേഷിച്ച ഓരോരുത്തർ വരുന്നു, പുള്ളിയെ കാണുന്നില്ല, അന്വേഷിച്ച് ആളുകൾ വരുന്നു, പുള്ളിയെ കാണുന്നില്ല, അന്വേഷിച്ച ആളുകൾ വരുന്നു. ഈ സംഭവം ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തോ അത് ചിലപ്പം വർക്കാവാത്ത വളരെ ചുരുക്കം കുറച്ച് ആളുകളിൽ ഒരാളായിരിക്കും ഞാൻ. അതെ. ഇപ്പോൾ സിനിമ കണ്ടിട്ട് ഇതേ ഒപ്പീനിയനുള്ള ആൾക്കാരുണ്ടാവും. അവരുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റിൽ പറയുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ നമ്മൾ പടം കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഉടനെ തന്നെ ഇപ്പം ഒരുപാട് പേര് റിവ്യൂസ് ഇടുന്നുണ്ട്. ഇപ്പം നമ്മൾ പടം കണ്ടതിന് ശേഷം ഞങ്ങൾ അതിനുശേഷം വീണ്ടും ഒരു പടം കണ്ടു, സിസു അതുപോലെ കണ്ടിട്ടാണ് നമ്മൾ വന്ന് ഈ ഇത് എടുക്കാതിരിക്കുന്നത്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ പലരുടെയും റിവ്യൂ വന്നു. അപ്പോൾ പലരുടെ റിവ്യൂ കാണുമ്പോൾ ഒരുപാട് പേരുടെ റിവ്യൂവിൽ ഇത് ഭയങ്കര പക്ഷേ ഇത് ഈ പടം തന്നെ ഒരു റിപ്പീറ്റ് വാച്ച് കുറച്ചൊരു ഡീറ്റെയിൽ കുറെ കൂടെ നല്ല കുറെ സാധനങ്ങൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു നല്ല കാര്യം, പക്ഷെ ഒരു വലിയ കാര്യം എന്ന് വെച്ചാൽ ഈ പടം ഒരു നല്ല ബ്രൈറ്റ് സ്ക്രീനിൽ ഒന്നുകൂടെ കണ്ടാൽ കുറെ വ്യക്തമായിട്ടുള്ള കുറെ പിക്ചർ കിട്ടും. പിക്ചർ ഇൻ ദ സെൻസ് കുറെ നല്ല കുറച്ച് കാഴ്ചാനുഭവം തന്നെ മാറുമല്ലോ. അതെ. ഇപ്പൊ ചേട്ടൻ വന്ന് പറഞ്ഞില്ലേ ലോക ഫസ്റ്റ് കണ്ടിട്ട് വന്നിട്ട് പുള്ളിക്കാരന് പല സീനുകളിലും അത്ര ഇമ്പാക്ട് തോന്നിയില്ല. കാര്യം എന്താ, പുള്ളി കണ്ട സ്പീക്കർ ഭയങ്കര സൗണ്ട്. സെക്കൻഡ് വാച്ചിൽ പുള്ളി കണ്ട മറ്റേ ഇന്റർവെൽ ആ കൊച്ചിന്റെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ പുള്ളി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വർക്കായി. അന്ന് എനിക്കത് ഭയങ്കര ഹൈപ്പ് മൊമെന്റ് ആയിരുന്നു പടത്തിൽ ആ പോർഷൻ. പുള്ളി പറഞ്ഞപ്പോൾ എനിക്ക് അത്രയൊന്നും തോന്നിയില്ല. രണ്ടാമത് പുള്ളി പോയി കണ്ടു കഴിഞ്ഞപ്പോഴത്തേ അതാ പറഞ്ഞത് നമ്മൾ ഈ ഇപ്പം നമ്മളും ഇരിക്കുന്നത് ഇങ്ങനെ ഇരുട്ടത്തിരുന്നത് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതായത് ഇവര് കാറിൽ പോകുന്ന സീനിലൊക്കെ ആരാ വണ്ടി ഓടിക്കുന്നുള്ള ശബ്ദം വെച്ചാൽ ഐഡന്റിഫൈ ചെയ്യുന്നത്. കാരണം ആ ലെവലിൽ ഡാർക്ക് സസ്പെൻസ് അല്ലേ. അതായത് തമാശ പറഞ്ഞല്ല, ഇത് തിയേറ്ററുകാര് ചുമ്മാ തോന്നിവാസമാണ് തിയേറ്ററിൽ കാണിക്കുന്നത്. ലോകയുടെ ഒക്കെ കേസ് ഞാൻ ഈ പറയുന്ന പോലെ ഒരു മ്യൂസിക്കിൽ ഇത്ര ലെയർ ഉണ്ടെങ്കിൽ ആ ലെയർ എല്ലാം കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ചുമ്മാ ചെണ്ടയിട്ട് അടിക്കുന്ന പോലെ ഉള്ള സീക്വൻസ് ആയിരിക്കും അത്. പക്ഷെ അത്
ചെണ്ടയിട്ട് അടിക്കുന്ന പടമാണെങ്കിൽ നമുക്ക് കാണാം, കുഴപ്പമില്ല. ഇത് ഇത്രയും ഡീറ്റെയിലിംഗ് ഉള്ള സാധനം. അതെ അതെ. ഇനി എന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഞാൻ നോക്കിയില്ല. പ്രേക്ഷകർ ഇത് ഇപ്പോൾ ഒരു 3/4 മണിക്കൂറായി. നിനക്ക് അരമണിക്കൂർ കഴിഞ്ഞു. 3/4 മണിക്കൂർ 40 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പണം മാറിപ്പോയി. 40 മിനിറ്റ് ആയി. ഈ ഡോഗ് ഇൻ ഹീറ്റ് ആ സാധനം ഇത് പറയുന്നുണ്ട്. അതായത് ഇടയ്ക്കിടയ്ക്ക് മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് അവർ പറഞ്ഞ സംഭവത്തുള്ളൂ. അതായത് പെണ്ണിനെ മറ്റേ ഡോഗ് ഹീറ്റ് ആയ സമയത്ത് പെൺപട്ടിക്ക് ഇണചേരാനായിട്ടുള്ള കഥയായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഇങ്ങനെ ഇത് കളക്ട് ചെയ്യുന്ന മറ്റേ പെണ്ണിന്റെ കാര്യം പറയുന്നത്. ഇവിടെ ആക്ച്വലി പുള്ളിക്കാരൻ അത് എനിക്ക് തോന്നുന്നു അതായിരിക്കും പ്രൊട്ടക്ട് ചെയ്യുന്നല്ലേ. അതായത് അവള് മതിരിയാടി പോകരുത്, അതാണ് പുള്ളിയുടെ ലൈൻ. അത് രണ്ടുപേരും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ആദ്യം പുള്ളി ഇവന്മാരോട് പറഞ്ഞ് വിനീത് പറയുന്നുണ്ട്. അതായത് ഈ ഇതിലുള്ള പട്ടിയും പെണ്ണും ഒരേപോലെയാണെന്ന് പറയുന്നത്. അപ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവള് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ഇവർക്ക് കാവൽ നിർത്തിയിരിക്കുക മാത്രമല്ല, ഇവിടെ ആക്ച്വലി റെസ്ട്രിക്ട് ചെയ്യുകയാണ് ഈ ഡോഗ്സ് എന്നുള്ള ലൈൻ. മറ്റേ ഈ ഉദ്ദേശിച്ച പോലെ ഒരു ഫെമിനിസ്റ്റ് അണ്ടർ കറണ്ട് ഉള്ള സിനിമയായിരിക്കും. അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഇപ്പം മതമായാലും ഓരോ സംഭവങ്ങൾ നമ്മൾ അതൊക്കെ അവർക്ക് തന്നെ റെസ്ട്രിക്ഷൻ ആയി മാറുവാണല്ലോ. അതൊക്കെ മൊത്തത്തിൽ ഇതൊരു ബന്ധനത്തിൽപ്പെട്ട ആൾക്കാരുടെ ബന്ധുവാരെ ശത്രുവാരെ. ഇതിൻ്റെ അകത്ത് ആരെയാണ് ലോക്ക് ചെയ്തിരിക്കുന്നത്, അതാണ് ഇതിൻ്റെ ആരിലാണ് ബന്ധനസ്ഥനായിരിക്കുന്നത് അല്ലെ ബന്ധനസ്ഥയായിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അതൊന്നുകൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആരാണ് ഇവർ രണ്ടുപേരും ബന്ധികളാണ് രണ്ടുപേരും. അവർക്ക് കൊടുത്ത് നമ്മുടെ അണ്ടറിൽ നമ്മൾ പറയുന്ന അനുസരിച്ചാണ് ഇവൻ നിൽക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ അവനും വിചാരിക്കുക. എൻ്റെ അണ്ടറിലാണ് ഇവൻ കഴിയുന്നത്. ആ ഒരു പിന്നെ എടുത്തു പറയേണ്ട ആക്ടിങ്, എല്ലാ പട്ടികളും നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. പട്ടികളുടെ ക്ലോസപ്പ് ഇന്നത്തെ അതെ ക്ലോസ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവര് മറ്റേ മുകളിലുള്ള സാധനങ്ങളൊക്കെ അത് ഭയങ്കര അത് നമ്മൾ ആലോചിക്കുക. അത് 1-2 പട്ടിയില്ല, കുറച്ചധികം പട്ടികളുണ്ടാവും. ഇവരെല്ലാം കറക്റ്റായിട്ട് ഇങ്ങനെ നോക്കുക. ആ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാ ഒരു സ്ഥലത്ത്, അതൊക്കെ കുറച്ച് പാടാണ്. അതുങ്ങളെ വെച്ച് പട്ടിയുടെ ബ്രീഡ് ഇവർ പറയുന്നില്ല എന്തായിരുന്നു. ഇത് ബ്രീഡ് കണ്ടിട്ട് തോന്നുന്നത് ഇവര് പറയുന്നത് മലയിലുള്ള ഒരു സാധനമാണ്. അപ്പൊ അതിന് നമ്മുടെ നാടൻ പട്ടികളുടെ ഒരു രൂപമാണെന്നുള്ള ലൈനിലാണ് അവർ പറയുന്നത്. വേട്ടപ്പട്ടി ലൈനിൽ വരുന്നതാണ്. ചിലതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു മലനോയിച്ചിന്റെ ഒരു ഇതും തോന്നും. എനിക്ക് കോംബെ പോലത്തെ അത് അദ്ദേഹത്തിന് അറിയാം. കോംബെ കാട്ടിൽ കുറച്ചുകൂടെ വലിപ്പമുണ്ട്. അത് ഇന്ന് വിലായത്ത് ബുദ്ധയ്ക്കകത്തുണ്ടായിരുന്നു. ചിപ്പിപ്പാറ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്നല്ലോ. ചിപ്പിപ്പാറ ഉണ്ടായിരുന്നു. ഇനിഷ്യലി കുറേ ഡീറ്റെയിലിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇവർ ഈ ലൊക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കുറേ സാധനങ്ങളുണ്ട്. അതായത് ജീപ്പ് ഇവിടെ വരണമെങ്കിൽ അഡ്വാൻസ് തരണം. അതായത് അത് മറ്റേ കിഷ്കിന്ധാഖണ്ഡത്തിലും പുള്ളിയുടെ റൈറ്റിങ്ങിലുള്ളൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. ഒരു ഇൻഫർമേഷൻ എനിക്ക് ഷെയർ ചെയ്യണമെങ്കിൽ അത് എങ്ങനെ ഷെയർ ചെയ്യുന്നു എന്നുള്ളത്, അത് ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു പോയിന്റ് വരെ എനിക്കത് തോന്നി. അത് കഴിഞ്ഞ് കുറച്ചത് പോയതുപോലെ ഫീൽ ചെയ്തു. കുറച്ചുകൂടി ഡയറക്റ്റ് ആയിട്ട് പ്രേക്ഷകരോട് കാര്യം പറയുന്ന പോലെ. പക്ഷെ ആ പോയിന്റ് ഈ പറയുന്ന പോലെ ജീപ്പിന്റെ കാശ് കൊടുക്കേണ്ടത് ഡോക്ടർ ചോദിക്കുമ്പോഴത്തേക്കും അത് കൊടുത്താലേ അവർ ഫുൾ പേയ്മെന്റ് കൊടുക്കണം. അതുപോലെ ജീപ്പ് എടുത്തു കഴിയുമ്പോഴത്തേക്കും വാക്കി ടോക്കി വെച്ച് ഇവിടെ ഇറങ്ങി വരുന്നുണ്ട്, ഇത്ര സമയത്തുള്ള ഇറങ്ങി പോയില്ലെങ്കിൽ അവർ സ്റ്റേഷനിൽ അറിയിക്കണം. അതൊക്കെ കുറച്ച് കാഷ്വൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതിന്റെ റിവ്യൂലൊക്കെ. പക്ഷെ അതൊക്കെ ഭയങ്കര രസം. ആർക്കും എത്തിച്ചേരാൻ അത്ര പെട്ടെന്ന് പറ്റാത്തൊരു സ്ഥലമാണ്. അവിടെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പട്ടികളുടെ ചെക്ക് പോസ്റ്റും ഉണ്ട്. അതെ അത് പട്ടികൾ ഇങ്ങനെ ഇത് തിരിഞ്ഞ് രണ്ടുപേര് തിരിഞ്ഞ് ആൾക്കാരെ ഷിഫ്റ്റ് അനുസരിച്ച് മാറി മാറി ചെയ്യുന്നത് അത് പലരും പറയുന്നുണ്ട് അതിനെ പറ്റി. പലർക്കും ഈ ചെക്ക് പോസ്റ്റിന്റെ കാര്യം പറയുന്നത് ഇത്രയും ചെക്ക് പോസ്റ്റ് കിടന്നാണെന്നൊക്കെയാണ്. ചെക്ക് പോസ്റ്റ് ഇൻ ദ സെൻസ് പട്ടികളുടെ ചെക്ക് പോസ്റ്റ് എവിടെ നിന്നും അറിയത്തില്ല ഒരു പട്ടിയെ കാണാം. അപ്പോൾ അത് പറയുന്നുണ്ട് നമ്മൾ അത്ര നേരം കാളിൽ ആരും ഇല്ലായിരിക്കും, നമ്മൾ ആ ഉള്ളിൽ കയറി കഴിയുമ്പോഴേക്കും എഴുന്ന ഒരു പട്ടി വരുന്നു. അപ്പോൾ ഈ ഇനിഷ്യലി ഇവർ കൂടോത്ര ഈ എലമെന്റ് ഒക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ചിന്തിക്കും ഇത് എന്ത് സാധനം എങ്ങോട്ടാ പോണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചിന്ത തരുന്നതല്ലേ. പകുതി പടം എനിക്ക് നിന്റെ തലയിലെ പടം എനിക്ക് കാണണം. അതേപോലെ തന്നെ കുര്യച്ചന്റെ കാര്യം നോക്കാനായിട്ട് കുര്യച്ചന് ഫുഡ് കൊണ്ട് കൊടുക്കാനും എല്ലാത്തിനും ഒരു സെറ്റ് പട്ടികൾ, പിന്നെ സർവൈലൻസിന് വേറെ പട്ടികൾ. അങ്ങനെ ഭയങ്കര തുടക്കം അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്ന പടം. അതായത് ഇങ്ങനെ ഒരു എന്തോ പഴം എന്തോ പറിച്ചുകൊണ്ട് അവർക്ക് കൊണ്ട് കൊടുക്കുക. അതായത് കുര്യച്ചന് വേണ്ടി പട്ടികൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പട്ടികൾ ആക്ച്വലി ചെയ്യുന്ന അവർക്ക് വേണ്ടി ക്ലൈമാക്സ്. അപ്പൊ നമുക്കിങ്ങനെ ഇരുന്ന് റീഡ് ചെയ്യുവാണെങ്കിൽ ഒരു ഇത് പറഞ്ഞാൽ അതൊക്കെ കൊണ്ടാണ് ഞാൻ ചുമ്മാ കാഷ്വലായിട്ട് വെച്ചിരുന്ന ക്ലൈമാക്സ് ആണ് പടത്തിന്റെ ഇപ്പം വന്ന് ചേർന്ന ക്ലൈമാക്സ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതായിരിക്കും ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ചുമ്മാ മാറ്റി വെച്ചാ അതൊരു ഐഡിയ.
എന്നിട്ട് ഇവൻ പറഞ്ഞ സാധനമൊക്കെ ഉണ്ട്, ഈ കൂടോത്രത്തിന്റെ കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങോട്ടൊക്കെ പോകുമെന്ന് ഇങ്ങനെ മാസ്ക് വലിച്ചു വരുന്നുണ്ടായിരുന്നു. അല്ലല്ല, ഞാനതിങ്ങനെ എൻ്റെ തലയിട്ടിട്ട് ഞാൻ ആലോചിക്കുമ്പോൾ അയ്യോ ഇയാൾ എന്തോ അടിച്ചേക്കുന്നത്, ഇത് എങ്ങനെ എനിക്ക് ചിന്തിച്ചേക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ മറ്റേ മഞ്ഞ ഇൻട്രോലൊക്കെ ആയപ്പോൾ ഞാനിങ്ങനെ ഇരിക്കും, ഓഹോ ഇത് നമുക്കെന്താ ഈ ഐഡിയ തോന്നാത്തത്, എന്നാലും നമുക്കെന്താ ചിന്തയൊക്കെ വരാത്തത്. നമ്മൾ കുറച്ച് അപ്പോൾ ഞാൻ ഫ്യൂച്ചർ പറയുന്നുണ്ട് കുറച്ച് ബുക്കൊക്കെ വായിക്കണ്ടായി. ഇനി ഇതില്ല, നമ്മൾ ഈ സിനിമ കണ്ടിട്ട് അതിനകത്ത് കഥ ഉണ്ടാക്കാതിരിക്കേണ്ട പ്രശ്നം, കുറച്ച് ബുക്കുകളൊക്കെ വായിച്ച് നമ്മൾ കുറച്ച് അറിവ് നേടണം. പക്ഷെ എനിക്ക് ഇതൊക്കെ പറഞ്ഞോളൂ. ഇതിൻ്റെ അകത്തെ കുറേ സാധനങ്ങൾ ഞാൻ ചിന്തിക്കാത്ത പരിപാടികൾ ഒരുപാടുണ്ടായിരുന്നു. അതെ, ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മുടെ മനസ്സിലൊരു സംഭവം വെച്ച് നമ്മൾ ആലോചിക്കുന്നതാണ്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഈ ക്ലൈമാക്സിൽ റിവീലൊന്നും എനിക്കറിയത്തില്ല, കാര്യം ഞാൻ അവിടെ എത്തിയില്ല. കാര്യം എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇനിയുണ്ട്, എനിക്ക് വേറെ എന്തോ സംഭവമുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കും. അതായത് നമ്മൾ മറ്റേ പടത്തിൽ ജഗതി പറഞ്ഞ പോലെ ഒരു അക്ഷരം എഴുതുമ്പോൾ എനിക്ക് അവിടെ നിന്ന് അടുത്ത അക്ഷരം എഴുതാനുള്ള ഒരു ഇത് തോന്നുന്നത് കൊണ്ട് എൻ്റെ വിരലുകൾ ചാടിപ്പോകുന്നു എന്ന് പറയുന്ന പോലാണ് ഞാൻ ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ അടുത്തെന്നുള്ള അല്ലെങ്കിൽ എൻ്റെ തലയിൽ ഒരു സാധനം പൊക്കോണ്ടിരിക്കും. അപ്പം ഞാൻ അത് കണ്ട് മുമ്പോട്ട് പോകുന്നു. ഈ പടം അതേ പേസിൽ പാരലിൽ സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എൻഡിങ് ആ പോയിന്റ് എത്തി, ആ റിവ്യൂ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് അത് കൊള്ളാലോ. അപ്പോൾ എൻ്റെ മനസ്സിൽ അടുത്തത് ഞാനാണെ ഒരു ഷോട്ട് വെക്കും, എനിക്ക് കാണണം പുള്ളിയെ. അതും ഈ പറയുന്ന പോലെ ഡയറക്ഷനിൽ ഒരുപാട് രസകരമായ ബ്ലോക്കിംഗ് ഉണ്ടായിരുന്നു അതിനകത്ത്. അതായത് ഇങ്ങനെ ഇവർ 3 പേര് ഇങ്ങനെ നടന്നു വന്നിട്ട് ഈ ക്യാമറ ഒരുപാട് കട്ട്സ് യൂസ് ചെയ്യുന്നില്ല. ഇനിഷ്യലൊക്കെ ഭയങ്കര ഇപ്പൊ വേൾഡ് ക്ലാസ് എഡിറ്റ്സും പിന്നെ എവിടെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന്. ഇത് വിലായത്ത് ബുദ്ധ കണ്ട് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നിയത് കട്ട്സ് ആണ്. അപ്പൊ അത് കണ്ടിട്ട് ഇത് കാണുമ്പോഴത്തേക്കും ഭയങ്കര ഡിഫറൻസ് ആണ്. അപ്പൊ മറ്റേ ഈ പറയുന്ന ബൾബ് ഊരി എറിഞ്ഞിട്ട് അവിടുന്ന് അടുത്ത കട്ടിടുന്നത് നേരെ താഴെ ഒരാൾ എഴുന്നേറ്റ് ഔട്ട് ഓഫ്. അപ്പൊ അതിനൊക്കെ ഒരു മ്യൂസിക്കൽ ക്യൂ വെച്ചിട്ടാണ് കട്ടൊക്കെ ഇടുന്നത്. അപ്പൊ ഭയങ്കര രസമാണ്. പിന്നെ നടക്കുന്നതിന്റെ ഫ്രണ്ടിൽ കൂടെ പട്ടികൾ ഇങ്ങനെ ക്രോസ് ഓടുന്ന സാധനങ്ങളൊക്കെ കുറച്ചധികം നല്ല രീതിയിലാണ് ഈ പടം തുടങ്ങിയത്. അപ്പോൾ ഞാൻ ആ കിഷ്കൻ്റെ കണ്ട സീൻ അതേപോലെ തന്നെ പുള്ളിക്ക് അടുത്തൊരു പടവും കൂടെ സെറ്റായല്ലോ എന്നതിൽ നിന്ന് എനിക്ക് പേഴ്സണലി ഈ മോശം പടമായി എന്നുള്ളതിനൊക്കെ കൂടുതൽ ഇതൊരു ഇച്ചിരി ഡിസപ്പോയിൻറ്റിങ് ആ സാധനം. ഇത് ഉറപ്പടം അങ്ങനെ ഞാൻ ഒരിക്കലും പറയത്തില്ല. ചേട്ടൻ്റെ ബാർ ഇവിടെയായിരുന്നു, അതെ പടം ഇവിടെ എത്തിയുള്ളൂ. അല്ല, കിഷ്കിനെ കണ്ടിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഈ ബാർ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷെ പടം തുടങ്ങിയപ്പോൾ ഞാൻ ഈ ബാർ കുറച്ച് മേളിലോട്ട് അങ്ങ് വെച്ചു. ബാറും തുടങ്ങി 2 അടിച്ചിരിക്കുക ഞാൻ. അപ്പോഴത്തേക്കും കുറച്ചധികം ആ ഒരു കുര്യച്ചനെ കണ്ടപ്പോൾ എനിക്ക് കുറച്ചധികം ബാറിൽ നിന്ന് ഞാൻ ഇറങ്ങി 2 വാളും വെച്ച് വീട്ടിൽ പോയി. ഞാൻ ആ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ അടുത്ത് പറയുകയും ചെയ്തായിരുന്നു, ഈ മലയാളം സംസാരിക്കാത്ത ഒരാളെ കൊണ്ടുവന്ന് അങ്ങനെ റോള് ചെയ്യിക്കുമ്പോഴത്തേനും എനിക്കത് ഇഷ്ടമില്ല. അതായത് ഞാൻ എസ്പെഷ്യലി പുള്ളിക്കാർക്ക് ഡബ് ചെയ്യാൻ സൗണ്ട് വെച്ചിട്ടേ എനിക്കറിയാം ഇവർ പറയുന്നതിനകത്ത് ലിപ്സിംഗ് ഔട്ടൊക്കെ ഉണ്ടെന്നും. ലിപ്സിംഗ് ഔട്ട് മാത്രമല്ല, മുഖത്ത് വരുന്ന ഡബ് ചെയ്യുന്ന ശബ്ദത്തിന്റെ ഇതും തമ്മിൽ മാച്ച് ആവത്തില്ല. നമ്മുടെ ആ ഡയലോഗിന്റെ സെയിം ഇമോഷൻ മുഖത്ത് വരണ്ടേ, അങ്ങനത്തെ ഒരു സാധനം കിട്ടുന്നില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഇവരുടെ സൗണ്ട് നല്ല ഇഷ്ടം. കുര്യച്ചൻ അതുകൊണ്ട് സംസാരം വളരെ കുറവായിരുന്നു. കുര്യച്ചൻ സംസാരം ഭയങ്കര കുറവാണ്. കുര്യച്ചൻ കുറെ കൂടെ ആക്ച്വലി പുള്ളി ആക്ച്വലി ഒരു ആക്ടിങ് ട്രെയിനറാണ് അവിടുത്തെ ബോളിവുഡിൽ. അല്ല ആക്ച്വലി പുള്ളി ബോളിവുഡ് കണ്ടു. പുള്ളി നല്ല ആക്ടറാണ്, കാരണം പുള്ളി ആക്ടിങ് ട്രെയിനറാണ് അവിടുത്തെ. അപ്പോൾ പുള്ളിക്കാരനെ ഞാൻ പുള്ളിയെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ പുള്ളിക്ക് അറിയാം, പുള്ളിക്ക് ഡയലോഗ് ഞാനും ഇത് കണ്ടപ്പോൾ ആലോചിച്ചു ഇവർ എന്തുകൊണ്ടായിരിക്കും. എൻ്റെ മനസ്സിൽ കുര്യച്ചൻ നിമിഷം പറയുമ്പോൾ ഇത് ആരാണെന്ന് ട്രെയിലറിലൊന്നും റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ക്യാരക്ടർ ആരായിരിക്കും ചെയ്യുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി. ഞാൻ കുറേയൊക്കെ മറ്റേ പുള്ളിയാന്ന് വിചാരിച്ചു, നമ്മുടെ അച്ഛൻ വിജയരാഘവൻ. ഞാൻ അത് പുള്ളിയെ എനിക്ക് തോന്നുന്നു പുള്ളിയെ മെയിനായിട്ട് കാസ്റ്റ് ചെയ്തിരിക്കുന്ന പുള്ളിയുടെ ഫിസിക്ക്. പഴയ ഒരാള് നല്ല ലീനായിട്ട് നല്ല പൊക്കമുള്ള നല്ല ഒതുങ്ങിയ ശരീരമുള്ളൊരു, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ പഴയ ബാബു ആന്റണി, ആ ഒരു ലുക്കുണ്ട് പുള്ളിക്ക്. അതുകൊണ്ടായിരിക്കും ഒരു സീനില്ലേ, അതായത് അമ്മച്ചി ഇപ്പുറത്തിരുന്ന് ഇവരുടെ ലവ് സ്റ്റോറി പറയുന്നു, കട്ടു കുര്യച്ചൻ മറ്റേ വർക്കാവിന് പോകുന്ന ഒരു സാധനം അമ്മച്ചി ഇവിടെ നിന്ന് പറയുന്നതിൽ അമ്മച്ചിയുടെ ഫേസിലും വലിയ, ഞാൻ പറയുന്ന എക്സ്പ്രഷൻ ഇട്ട് പൊലിപ്പിക്കണമെന്നല്ല, നീ ഈ ഫോട്ടോ ഒന്നും കണ്ടില്ലേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സന്ദീപ് എന്നല്ല സന്ദീപിൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ മലയാള സിനിമ ആക്ടിങ് ശൈലിയാണത്. പക്ഷെ അമ്മച്ചിക്കും അതില്ല. മറ്റേ പുള്ളിക്ക് ഇപ്പോൾ ഹിന്ദി സിനിമയിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ കൊടുത്താൽ പുള്ളി മോശം ആക്ടിങ് അല്ല, ഇതിനകത്ത് ഫിറ്റ് ആവുന്നില്ലായിരുന്നു എന്തുകൊണ്ട് എനിക്കങ്ങനെ കുറച്ച് അകൽച്ചയായിരുന്നു പുള്ളിയെ കാണിക്കുമ്പോഴൊക്കെ. ആ സംഭവം എത്ര ദിവസം അയാൾ കാത്തിരുന്നത്, എത്ര നേരം കാത്തിരുന്നു ചോദിക്കുമ്പോഴത്തേക്കും നേരോ എത്ര ദിവസം ചോദിക്കാന്ന് പറയുമ്പോൾ എനിക്ക് തോന്നി ഈ സീൻ അത് പറയുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ഹൈ കിട്ടുന്നില്ല, പറച്ചില്ല ഹൈ ഇല്ല. പക്ഷെ വിഷ്വലിൽ അത് എനിക്ക് പേഴ്സണലി അത് വരുന്നില്ല. പുള്ളിയുടെ ഫേസ് ആണെങ്കിൽ പുള്ളി ഇങ്ങനെ ഒരു 5 മിനിറ്റ് കാത്തിരുന്നൊരു ഫീലായിരുന്നു എനിക്ക് തോന്നിയത്. അതുപോലെ സന്ദീപ് 2 ദിവസം മരത്തിന്റെ മുകളിൽ.
ഞാൻ ചേട്ടൻ ട്രെയിലർ കണ്ടപ്പോൾ ചേട്ടൻ ഈ വണ്ടിയുടെ പേര് പറഞ്ഞില്ലേ, മാലാഖ, ലിനിമോൾ എന്നൊക്കെ പറഞ്ഞ ഓരോ പേര് കണ്ടു. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ അതാ അവിടെ വെച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഈ പടം കണ്ടെന്ന് പറഞ്ഞത് വിശാലേട്ടൻ ഇതൊക്കെ നോക്കിയിരിക്കും, ഇതിനകത്തൊന്നും ഒരു തേങ്ങ ഞാൻ എങ്ങനെ പറയും. ഒരു തരത്തില് ഹൈഡിങ് ആണല്ലോ, അതായത് മ്ലാത്തി എന്നൊക്കെ പറഞ്ഞ പേര് അവര് പേര് റിവീൽ ചെയ്യുന്നില്ല. അത് ഏറ്റവും ഈ കുര്യച്ചനൊക്കെ കൂടുതൽ ഹൈഡ് ചെയ്യുന്ന വ്യക്തി അവരാണ്. ഞാൻ വിചാരിച്ചു അവരുടെ പേര് എക്കോ എന്നായിരിക്കും. ഈ എക്കോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇല്ല, അത് നമുക്കറിയത്തില്ല. നിനക്കറിയോ? ഇല്ല. ഈ എക്കോ ആണോ എക്കോ? അങ്ങനെ ഒരു മലയെന്ന് ഒച്ചയിടുമ്പോഴേക്കും നമ്മൾ തന്നെ എക്കോ അല്ലേ തിരിച്ചു. അല്ല, ആ എക്കോ ആണോ ഉദ്ദേശിക്കുന്നത്? എനിക്ക് അറിയത്തില്ല. ഈ CHO ആണ്. പിന്നെ അതായത് ഇവരിപ്പം കഥയിൽ ഇവര് ഒരു സാധനം പ്രൊജക്ട് ചെയ്യുമല്ലോ, ഇത് തിരിച്ചൊരാളിലേക്ക് തന്നെ എത്തുക. നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നതാണ് നമ്മുടെ സിനിമ എന്നായിരിക്കും. അറിയില്ല കേട്ടോ, അത് അറിയാവുന്ന ഒരു താഴെ. അതെ, എന്തുകൊണ്ടാണ് എക്കോ എന്ന് പേരിട്ട്? ഡയറക്ടറും പേര് കൊണ്ട് എന്താണ് ഇവന്മാർക്ക് വയ്യട, ഇവന്മാർക്ക് ഇത് തോന്നും പടം കണ്ടു എഴുന്നിട്ട് പോയാൽ പോലെ ഇത് അറിയണമല്ലോ. ആക്ച്വലി നമുക്ക് ഡയറക്ടറോടും എനിക്ക് ബാഹുൽ രമേശോട് പറയാറുണ്ട്, എനിക്ക് നിങ്ങളുടെ റൈറ്റിംഗ് ഭയങ്കര ഇഷ്ടമാട്ടോ, നിങ്ങൾ പൊളിയാണ്, നിങ്ങൾ എഴുതി അടിപൊളിയാണ്. ഇനി എല്ലാ പടം എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായ ഒരു പടമാണ്. നിങ്ങളുടെ പടങ്ങൾ കാണാൻ ഞാൻ വീണ്ടും ഫസ്റ്റ് ഷോ വരുന്നതായിരിക്കും. എനിക്ക് ഭയങ്കര ഒരു രസമാണ് പുള്ളിയുടെ പരിപാടികൾ. ഇത്ര ഇൻഫർമേഷൻ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നാണ് എനിക്കറിയണം. അത്രേ ഉള്ളൂ. ഇതൊക്കെ എവിടെ ഒളിപ്പിച്ചു ആ സോഴ്സ് നമുക്കൂടെ പറഞ്ഞിരുന്നെങ്കിൽ അല്ലേ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ചിലപ്പോൾ ഒന്നുകൂടെ കാണുമ്പം കുറച്ചുകൂടെ കാര്യങ്ങൾ. അതെ, ഇപ്പം നമ്മൾ പറഞ്ഞതിനല്ലാതെ ഇതിനകത്ത് വേറെ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് കണ്ടവർക്ക് പലർക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കമൻറ്റിൽ പറയൂ, രസമായിരിക്കും. നമുക്കത് അങ്ങനത്തെ കമൻറ്റുകൾ നമുക്ക് വെയിറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു കാര്യം പറഞ്ഞില്ല. ആദ്യം കുര്യച്ചനും കൂട്ടുകാരനും കൂടെ ഇവരുടെ വീട്ടിലോട്ട് വിളിക്കാൻ ചെല്ലുന്ന സമയത്ത് ഭർത്താവ് മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഇവർ ബോട്ടിൽ നിന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. അതിന് ശേഷം അവസാനത്തെ റിവീലിൽ ഭർത്താവിനെ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കി എന്നുള്ളത്. അപ്പോൾ വിനീതനെ അറിയാമല്ലോ. അപ്പോൾ ഇവർ അവിടെ നിന്ന് സംസാരിക്കുന്നത് എന്തിനാണ് എന്നുള്ള സംഭവം ആദ്യം തോന്നിക്കഴിഞ്ഞാൽ അത് ആക്ച്വലി ഇവരുടെ പെർസ്പെക്റ്റീവ് ഇവർ പറയുന്നത്. അല്ല, അങ്ങനെ മൾട്ടിപ്പിൾ സാധനങ്ങളുണ്ട്. ഈ ഭാര്യയെ ചെന്ന് അവിടെ കണ്ടല്ലോ, പക്ഷെ ഭാര്യയെ പരിചയപ്പെട്ടില്ലേ ചോദിക്കുമ്പോൾ ഇല്ല, എത്ര ഭാര്യമാരുണ്ടോ, കുറച്ചധികം കള്ളം പറയുന്നുണ്ട്. അത് തന്നെ. അപ്പോൾ ഈ കള്ളം ഈ കഥ പറയുന്ന അമ്മൂമ്മയാണ്. ഏത് സോറി, നമ്മുടെ മ്ലാത്തിയാണ് ഈ കഥ പറയുന്നത്. അപ്പം മ്ലാത്തിക്ക് അറിയാവുന്ന വേർഷൻ ഇവർ വന്നിരിക്കുന്നത് എൻ്റെ മലയാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ ഹസ്ബൻഡ് മരണവാർത്ത പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ പുറത്ത് പറയുന്നത് ഒരുപക്ഷെ ഇതിനെപ്പറ്റി ആയിരിക്കാം എന്നുള്ളതില്ല. കാരണം അവർക്ക് ആ സംഭവം റിവീൽ ആവുന്നത് പിന്നീടാണ്. പിന്നെ ആരെയും ചോദിക്കാതെ തന്നെ ഞാൻ കുര്യച്ചനെ കൊന്നിട്ടില്ല എന്നും പറയുന്നുണ്ട്. അത് അവർ പറയുന്ന ഒരു പോലീസുകാർ വന്ന് എന്നെ അങ്ങനെ ലൈനിൽ അത് എനിക്ക് തോന്നി മൾട്ടിപ്പിൾ ടൈംസ് അവർ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ആ പ്രോസസ്സിലേക്ക് കൊണ്ട് പടം ക്ലോസ് ചെയ്യാൻ. അതായത് മ്ലാത്തി കുര്യച്ചനെ കൊന്നിട്ട് കുര്യച്ചൻ ആയിട്ട് ജീവിക്കുകയാണ്. ആ കുര്യച്ചൻ എന്ന ആ സ്റ്റോറിയിൽ ഇപ്പം നമ്മൾ ടീസറിൽ നിന്ന് നമ്മൾ കുര്യച്ചനെ കുറിച്ച് കേൾക്കുന്നുണ്ടല്ലോ, അതങ്ങനെ എക്സിസ്റ്റ് ചെയ്തുകൊണ്ട് മ്ലാത്തി പ്രൊട്ടക്ഷനോടുകൂടി ജീവിക്കുകയാണ്. കുര്യച്ചൻ എന്ന സംഭവം എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന നാട്ടുകാർക്ക് ഒരു വിശ്വാസം, ആ പ്രൊട്ടക്ഷനിൽ മ്ലാത്തി ജീവിക്കുകയാണ്. പണ്ട് ദേവരെ നോക്കി നാട്ടുകാരല്ലേ എഴുത പോലെ അല്ലേ, ഇപ്പോഴും ദേവരെ കടലിലുണ്ട് അത് പറഞ്ഞല്ലേ. അല്ല വിശാലേട്ടാ, അപ്പോൾ കുര്യച്ചൻ മരിച്ചെന്നാണോ പറയുന്നത്? അല്ലല്ല, എൻ്റെ റീഡിങ്ങിൽ അങ്ങനെയാണ്. അതായത് മ്ലാത്തി കുര്യച്ചനെ കൊന്നു, എന്നിട്ട് കുര്യച്ചന്റെ പേരിൽ എന്തൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നു. അല്ല, അവിടെ വേറെ സംബന്ധിച്ച പടം എന്ത് ചെയ്യുന്ന സമയത്ത് ഇവനൊരു ഫുഡ് കൊടുത്തിട്ട് കൊണ്ടുവന്നൊരു ഓൾറെഡി ഇവര് ഫ്ലാഷ് ബാക്കിൽ ഈ പട്ടി ഒരു മുളംകുറ്റിക്കകത്ത് കപ്പയും കൊണ്ട് വരുന്നുണ്ട്. അപ്പം ഇവൻ വന്നിട്ട് ചോറെടുത്ത് ഇങ്ങനെ കയ്യിൽ നോക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായത് ഈ പട്ടിയുടെ പോയി കുര്യച്ചൻ ഏതോ ഒരു ഗോക്കകത്ത്, അതായത് ഇവർ പറയുന്നത് പട്ടികളെ ഈ പറഞ്ഞ പോലെ പട്ടികളുടെ ബന്ധനസ്ഥനാക്കി വെച്ചിരിക്കുകയാണ്. അതായത് അവിടെ തിരിച്ച് ഫുഡ് കൊടുക്കുന്നു. അപ്പൊ ആ ലൈനിൽ അങ്ങനെയാണ് എന്റെ ആയിരിക്കുന്നത് എന്നുള്ള ലൈനിലാണ് എനിക്ക് മനസ്സിലായി. കാരണം അതാണ് മറ്റൊരു റിവീൽ ആകുന്നത്. അയാൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ, മറ്റേ പുള്ളി നരേന്ദ്ര സംസാരിക്കുന്നത് അതല്ലേ, ഈ പട്ടികളെ കൺട്രോൾ ചെയ്യുന്ന ഇവരാണെങ്കിൽ അതാണല്ലോ സംഭവിക്കേണ്ടത്. പടത്തിൽ തന്നെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതായത് പട്ടികൾ നമ്മൾ എന്ത് പഠിപ്പിച്ചാലും പഠിക്കും, പക്ഷേ പട്ടികൾ എന്ത് പഠിക്കണമെന്ന് പഠിപ്പിക്കണമെന്ന് മാസ്റ്റർ. അപ്പൊ ഈ മാസ്റ്റർ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അതാരാണ് മാസ്റ്റർ എന്നുള്ളതാണ്. അതെ, ആരാണ് മാസ്റ്റർ? അതാണ് അമ്മച്ചിയും കുര്യച്ചൻ രണ്ടിലുള്ള പട്ടി സന്ദീപ് മാത്രമാണ്. അതെ, കുര്യച്ചൻ വളർത്തിയ ഒരേ ഒരു പട്ടി അതാണ്. അതെ. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് തീർച്ചയായും കമന്റ് ബോക്സിൽ ഒന്ന് പറയുക. അപ്പോൾ ഇനി അടുത്തൊരു പടത്തിന്റെ ഡിസ്കഷനുമായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അതെ.